नमो ओं विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिधि नाम्ने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे राम 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 हरे 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 कृष्ण 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 हरे राम 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 हरे हरे ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः മാതാജി ആരെങ്കിലും ഈ നമ്മുടെ ഇതിന്റെ ഫോമാറ്റ് ഒന്ന് പറഞ്ഞു തരാമോ എങ്ങനെയാണ്? Hare Krishna Prabhu. Prabhu Jai Radha Madhava. Then slogan, word by word, translation, in explanation. Prabhu അത്രേ ഉള്ളൂ. Hare Krishna. Regular Prabhu. എന്റെ കയ്യിൽ മലയാളം ഭാഗവതം ഇല്ല. അപ്പൊ ആരെങ്കിലും ഒന്ന് വായിക്കാം വായിക്കാമോ? പ്രഭു. അത് കുഴപ്പമില്ല, അത് ഞാൻ വായിക്കാം. ജയരാധ മാധവ് പറയൂ തുടങ്ങുന്നതിന് മുമ്പ്. പറയും പ്രഭു, പറയും. ഓക്കെ. जय राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी जय गोपी जन वल्लभा गिरिवरधारी जय गोपी जन वल्लभा गिरिवरधारी जय यशोदानंदन व्रजजनरञ्जन यमुनातीरावनचारी जय राधा माधवा कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय प्रभुपदा जय प्रभुपदा जय प्रभुपदा जय प्रभुपदा जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव निताय गौर हरि बोल निताय गौर हरि बोल। अनंत कोटि वैष्णव वृंद की जय, श्रील प्रभुपाद की जय, गौर प्रेमानंदे हरि हरि बोल। ഓക്കെ, സോ മാതാജി ആർക്കെങ്കിലും ശ്ലോകം ഒന്ന് വായിക്കുക, ട്രാൻസ്ലേഷൻ പർപ്പോട്ട് ഒന്ന് വായിക്കുക പ്ലീസ്. हरे कृष्ण प्रभु. स सम्राट् कस्य वा हेतो पाण्डुनामानवर्धनः प्रायोपाविष्टो गङ्गाया मन्यादृत्यातिराश्रियम्. വേർഡ് ബൈ വേർഡ് മീനിങ്. അദ്ദേഹം സാമ്രാട്ട് ചക്രവർത്തി കസ്യ എന്തിനു വേണ്ടി വാ അഥവാ ഹേതു പാണ്ഡൂനാം പാണ്ഡവപുത്രൻ മാനവർദ്ധന കുടുംബത്തെ സമ്പന്നമാക്കുന്ന ഒരുവൻ പ്രായ ഉപവിഷ്ട ഉപവസിച്ചുകൊണ്ട് ഉപവിഷ്ടനായി ഗംഗായാം ഗംഗാനദി തീരത്ത് അനാദൃത്യ ഗൗനിക്കാതിരിക്കുക അവഗണിക്കുക അതിരാട് സാമ്രാജ്യം പ്രാപ്തമാക്കി ശ്രീയം സമ്പത്ത് ധനസമൃദ്ധി ഐശ്വര്യം. വിവർത്തനം.
പരീക്ഷിത് മഹാരാജാവ് സർവ്വ ഐശ്വര്യങ്ങളും അധീനതയിലാക്കിയ പ്രബലനായ ചക്രവർത്തിയായിരുന്നു. പാണ്ഡുവംശത്തിന്റെ യശസ് ഉയർത്തും വിധം ഉത്തുംഗനായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹം സർവ്വതും ഉപേക്ഷിച്ച് മരണം വരെ ഉപവാസം അനുഷ്ഠിച്ച് ഉപവിഷ്ടനായത് എന്തുകൊണ്ടാണ്? ഭാവാർത്ഥം: സർവ മഹാസാഗരങ്ങളുടെയും ഭുവനത്തിന്റെയും ചക്രവർത്തിയായിരുന്നു മഹാരാജാവ് പരീക്ഷിത്ത്. മാത്രമല്ല, അപ്രകാരമുള്ള ഒരു സാമ്രാജ്യം നേടുന്നതിൽ യാതൊരു വിഷമവും അദ്ദേഹത്തിന് നേരിടേണ്ടതായി ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ പിതാമഹന്മാരായ മഹാരാജാവ് യുധിഷ്ഠിരനിൽ നിന്നും ഭ്രാതാക്കളിൽ നിന്നും അനന്തരാവകാശമായി ലഭിച്ചതാണ് സാമ്രാജ്യം. മാത്രവുമല്ല, അദ്ദേഹം ഭരണം നല്ല രീതിയിൽ നിർവഹിക്കുകയും അദ്ദേഹത്തിന്റെ പിതാമഹന്മാരുടെ സത്നാമങ്ങളെ സമൂല്യമായി നിലനിർത്തുകയും ചെയ്തു. തൽഫലമായി അദ്ദേഹത്തിന്റെ ഭരണത്തിലും ഐശ്വര്യത്തിലും അശുഭകരമായി യാതൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്നിരിക്കെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ സർവ്വവിധ അനുഗ്രഹപരമായ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് മരണം വരെ ഉപവാസം അനുഷ്ഠിച്ച് ഗംഗാനദീ തീരത്ത് ഉപവിഷ്ടനായത്? ആകയാൽ ആശ്ചര്യജനകമാം വിധം ഇപ്രകാരം പ്രവർത്തിച്ചതിന്റെ ഹേതു എന്തെന്നറിയാൻ സർവരും ഉത്സുകരാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. എല്ലാവരോടും നമസ്കാരം. പ്രണാം, ദണ്ഡവത് പ്രണാം ശ്രീല പ്രഭുപാദ്. സോ ഈ ശ്ലോകം പരീക്ഷിത് മഹാരാജ് നെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതിനു മുന്നേ ഇതിനു മുന്നേ ഉള്ള ശ്ലോകത്തിൽ പരീക്ഷിത് മഹാരാജിനെ കുറിച്ച് അദ്ദേഹം he was a first class devotee of the Lord. പരീക്ഷിത് മഹാരാജ് ഭഗവാന്റെ ഏറ്റവും ഉന്നതനായ ഭക്തനായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് മുന്നേ ഉള്ള ശ്ലോകങ്ങളിൽ ശുകദേവ് ഗോസ്വാമിയെ കുറിച്ച് പറയുന്നു. അത് ശുകദേവ് ഗോസ്വാമി എങ്ങനെയാണ് ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള ഒരു ഗ്രേറ്റ് ഡിവോട്ടി ആയിരുന്നത്. പിന്നീട് അദ്ദേഹം എങ്ങനെയാണ് പരീക്ഷിത് മഹാരാജിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം അറിയാനായിട്ട് ശൗനക ഋഷിമാർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ അവരതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ശ്ലോകത്തില് അതിന്റെ എസെൻസ് എന്ന് പറയുന്നത് ബേസിക്കലി പരീക്ഷിത് മഹാരാജിന്റെ ഓപ്പുലൻസ്, അദ്ദേഹത്തിന്റെ സമ്പന്നത, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം എന്തുമാത്രം ഓപ്പുലന്റ് ആയിരുന്നു. കാരണം ഇതിനകത്ത് പറയുന്നത് അദ്ദേഹം he was a great emperor. ലോകത്തിന്റെ തന്നെ പ്രഭുപാദ് പറയുന്ന ലോകത്തിന്റെ തന്നെ അദ്ദേഹം എംപറർ ആയിരുന്നു. അതായത് ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ ചക്രവർത്തിയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്തിന്റെ ഏറ്റവും വലിയ ചക്രവർത്തി എന്ന് പറയുമ്പോൾ സാധാരണ ഓരോ രാജ്യത്തിന്റെ രാജാവിനെ കിങ് എന്നാണ് പറയുന്നത്. ബട്ട് എംപറർ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ രാജ്യങ്ങൾ ഭരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ ഭരിക്കുന്ന ആളിനെയാണ് എംപറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം എംപറർ ഓഫ് ദ വേൾഡ് ആയിരുന്നു. അതായത് ലോകത്തിന്റെ കംപ്ലീറ്റ് രാജാവായിരുന്നു. എന്നാലോചിച്ചു. ആൻഡ് സീസ് ആൻഡ് ഓഷ്യൻസ്, അദ്ദേഹം എല്ലാ കടലിന്റെയും ഓഷ്യന്റെ എല്ലാം, കര മാത്രമല്ല, കടലും മൗണ്ടൻസ് എല്ലാം അദ്ദേഹത്തിന്റെ അണ്ടറിലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജാവിന് എന്തുകൊണ്ടാണ് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഫാസ്റ്റിംഗ്, ഗംഗയുടെ തീരത്ത് അദ്ദേഹം മരണം വരെയും ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അത് അവർക്കറിയണം. ഇത് വളരെ വളരെ ആശ്ചര്യകരമായിരിക്കുന്നല്ലോ. ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത്, അല്ലെ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ എസെൻഷ്യലി പ്രഭുപാദ് ഇവിടെ പറയുന്ന ഇതിന്റെ ഒരു ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ റിനൗൺസിയേഷൻ ആണ്. കാരണം ഒരാള് മരിക്കാൻ 7 ദിവസമേ ഉള്ളൂ എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മരണം അടുത്തെന്നറിയുമ്പോഴത്തേനും നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലൂടെ പോകുന്നത്? നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് നമ്മൾ എങ്ങനെയായിരിക്കും സ്പെൻഡ് ചെയ്യുക? അതിനുള്ള ഉത്തമമായ ഉദാഹരണമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ
അദ്ദേഹത്തിനെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം അതെല്ലാം റിനൗൺസ് ചെയ്തു. ഇതിന് മുന്നേയും നമ്മൾ ഇതുപോലെ എക്സാമ്പിൾ കണ്ടിട്ടുണ്ട്. അതായത് അംബരീഷ് മഹാരാജിന്റെ ആയാലും ഭരത് മഹാരാജിൻ്റെത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഭരത് മഹാരാജ് ഇതുപോലെ തന്നെ അദ്ദേഹം എംപറർ ഓഫ് ദി വേൾഡ് ആയിരുന്നു. അദ്ദേഹവും ഒരു കഴിവുറ്റ രാജാവായിരുന്നു, ലോകത്തിന്റെ എല്ലാ രാജാവായിരുന്നു. ബട്ട് അദ്ദേഹം എല്ലാം ത്യജിച്ചത്, ഭാഗവതം പറയുന്നത്, ഇറ്റ്സ് ആസ് ഇഫ് ലൈക്ക് ഒരു ആള് അദ്ദേഹം തന്റെ മലവിസർജനം ചെയ്തിട്ട് എങ്ങനെയാണോ അത് ഉപേക്ഷിച്ചത് പോകുന്നത്, അതുപോലെയായിരുന്നു ഭരത് മഹാരാജ് പോയതെന്ന് പറയുന്നത്. മനസ്സിലായോ? അത്രയും വൈരാഗ്യമായിരുന്നു. അപ്പോ ഇങ്ങനൊരു വൈരാഗ്യം എങ്ങനെ ലഭിക്കുന്നു? ഇത്രയും ഓപ്പുലന്റ് ആയിട്ടുള്ള ഒരാൾ, ഇത്രയും ലോകത്തിന്റെ കംപ്ലീറ്റ് രാജാവായിട്ടുള്ള ഒരാൾക്ക് ഇത്രയും വൈരാഗ്യം എങ്ങനെ ലഭിക്കുന്നു എന്നാണ് ഇവർ അസ്റ്റോണിഷ്ഡ്. അതാണ് പ്രഭുപാദ് ഈ പർപ്പോട്ടിൽ പറയുന്നത്. ദിസ് ഈസ് അസ്റ്റോണിഷിങ് ആൻഡ് therefore all were eager to know the cause. എന്താണ് അദ്ദേഹം ഇത്രയും ഓപ്പുലന്റ് ആയിട്ടുള്ള ഒരു രാജാവിന് എന്തെല്ലാം സൗഭാഗ്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും ബട്ട് അദ്ദേഹം ഇതെല്ലാം ഉപേക്ഷിച്ച് ഗംഗയുടെ തീരത്ത് അദ്ദേഹം ഉപവാസം ഇരുന്നു. എങ്ങനെ സാധിക്കുന്നു ഒരാൾക്ക് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എസെൻസ് ഓഫ് ഈ ശ്ലോകം എന്ന് പറയുന്നത് റിനൗൺസിയേഷൻ എങ്ങനെ സംഭവിക്കുന്നു. റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഭുസ് മാതാജീസ്? വൈരാഗ്യം അല്ലേ? വൈരാഗ്യം അല്ലേ? ആണോ? ഓ അതെ പ്രഭു. അപ്പോ വൈരാഗ്യം എങ്ങനെ സാധിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഡിവോട്ടീസ്, പ്രഭുപാദിന്റെ പല ലെക്ചേഴ്സിലും പ്രഭുപാദിന്റെ പല പേപ്പറിലും വൈരാഗ്യം ഭക്തിയിൽ ഒരു ഡിവോട്ടിയുടെ പ്രോഗ്രസ്സിൽ, അദ്ദേഹത്തിന്റെ ഡിവോഷണൽ സർവീസിന്റെ പ്രോഗ്രസ്സിൽ വൈരാഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഭക്തിയിൽ മുന്നേറാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ മുന്നിൽ ഒരുപാട് നമ്മുടെ ആചാര്യന്മാരാണെങ്കിൽ കൂടി, നമ്മുടെ ഗോസ്വാമീസിനെ കുറിച്ച് പറയുന്നത്, അവര് ജീവഗോസ്വാമി, രൂപ ഗോസ്വാമി, സനാതൻ ഗോസ്വാമി, അവര് അവിടുത്തെ കിങ് അദ്ദേഹത്തിന്റെ മന്ത്രിമാരായിരുന്നു. അപ്പോൾ അവർക്ക് പ്രഭുപാദ് ഒരു ലെക്ചറിൽ പറയുന്നത്, അവർക്ക് ഒരു മാസം ഓൾമോസ്റ്റ് 100,000 ഗോൾഡ് കോയിൻസ്, അതായത് 1,00,000 ഗോൾഡ് കോയിൻസ് ആണ് ഒരു മാസം അവരുടെ സാലറി. മനസ്സിലായല്ലോ? അവിടുത്തെ ചക്രവർത്തി, അവിടുത്തെ രാജാവിന്റെ മന്ത്രിമാരായിരുന്നു. അപ്പോൾ അവർക്ക് അത്രയും ഓപ്പുലൻസ് ആയിരുന്നു. പക്ഷെ അതെല്ലാം അവർ ത്യജിച്ചു. തെക്വാ തൂർണം അശേഷ മണ്ഡലപതി എന്ന് അവർ പറയുന്നത്. മണ്ഡലപതി എന്ന് പറയുന്നത് അവര് അത്രയും ടോപ്പ് പൊസിഷനിൽ ഇരുന്ന് എല്ലാം തെക്വാ തൂർണം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് അവർ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ശ്രേണിം സദാ തുച്ഛവത്. ശ്രേണി എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലിരുന്നവർ വളരെ തുച്ഛമായിട്ട് അതെല്ലാം ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ ഗുരുപരമ്പരയിലുള്ള എല്ലാ ആചാര്യന്മാരും നോക്കിയാലും അവര് അങ്ങനെയാണ്. കാരണം ഭഗവാനെ പ്രാപിക്കാൻ, അപ്പം ഇവര് ചൈതന്യ മഹാപ്രഭുവിനെ കാണാനായിട്ട് എവിടെയായിരുന്നു വരുന്നത്? ദശാശ്വമേധ ഘാട്ട്. അവിടെ വരുമ്പോഴത്തേന് ചൈതന്യ ചരിതാമൃതം പറയുന്നത്, they were having a straw between the teeth. straw between the teeth എന്ന് പറയുന്നത് ഈ പുല്ലുണ്ടല്ലോ, പുല്ല് വായിൽ വെച്ചിട്ടാണ് വരുന്നതെന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ഹംബിൾ ആൻഡ് ഏറ്റവും താഴത്തെ സിറ്റുവേഷനാണ്. ഹാവിങ് സ്ട്രോ ദന്തേ തൃണധാരി എന്നാണ് ചൈതന്യ ചരിതാമൃതം പറയുന്നത്. അതായത് ഈ തൃണം പുല്ലുണ്ടല്ലോ, അത് പല്ലിൽ കടിച്ചു പിടിച്ചിട്ട് ആണ് വരുന്നത്. അതാണ് ഏറ്റവും ലോവസ്റ്റ് ലെവലിന്റെ ഒരു സിംബലൈസേഷൻ. അപ്പൊ അത്രയും ടോപ്പിലിരുന്ന ആൾക്കാർക്ക്
ഇത്രയും റിനൗൺസ് ചെയ്തിട്ട് വരുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി എന്തോ വലിയ ഒരെണ്ണം ഉണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ വരുന്നത്, അല്ലേ? അപ്പോൾ ഈ കാണുന്ന ഈ സ്വത്തും, ഈ കാണുന്ന ഈ സമ്പത്തും, ഈ കാണുന്ന ഫെയിം, നെയിം, പ്രോസ്പെറിറ്റി, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ്, ഇതെല്ലാം വളരെ തുച്ഛമായിട്ട് കളഞ്ഞിട്ട്, അപ്പോൾ അതിനെക്കാട്ടിയും വലുത് എന്തോ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വരുന്നവരാണ് ശരിക്കുള്ള ഡിവോട്ടീസ്. അപ്പോൾ ആ ഡിവോട്ടീസിന് അപ്പോൾ ഇതിനെക്കാട്ടിയും വലുത് എന്താണ്? ഇതിനെക്കാട്ടിയും വലുത് കൃഷ്ണഭക്തിയാണ്. ഒരു കഥയുണ്ട് ജീവഗോസ്വാമിയെ കുറിച്ചിട്ട്. ഐ തിങ്ക് സനാതൻ ഗോസ്വാമിയാണോ ജീവഗോസ്വാമിയാണോ എന്നറിയില്ല. ഒരു ഭക്തന്റെ അടുത്ത് ഒരു 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 കള്ളന്റെ അടുത്ത് പറയും, ശരിക്കും എനിക്ക് കഥ ഓർമ്മ വരുന്നില്ല, ജസ്റ്റ് ഓഫ് ദ സ്റ്റോറി ഇതാണ്. ഒരു കള്ളന്റെ അടുത്ത് പറയും, ഏറ്റവും വലിയ സ്വത്ത് ഈ ജീവഗോസ്വാമിയുടെ കയ്യിലിരിപ്പുണ്ട്, അദ്ദേഹം വലിയ പണക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹം വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കള്ളൻ ഇദ്ദേഹത്തിൻ്റെ ജീവഗോസ്വാമിയുടെ വീട്ടിൽ വന്നിട്ട് ചോദിക്കും, ഞാൻ കേട്ടു താങ്കളുടെ കയ്യിൽ ഏറ്റവും വലിയ സ്വത്തിരിപ്പുണ്ട്, അത് വേണം. അപ്പം ജീവഗോസ്വാമി നോക്കിയിട്ട് ഇവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നോക്കി, ട്രാഷിലൊക്കെ നോക്കി, അവിടെ ഒരു വൈഡൂര്യം ഉണ്ടാവും, ഒരു ഡയമണ്ട്. ആ ഡയമണ്ട് എടുത്ത് കൊടുക്കും. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷമാവും, ഈ കള്ളൻ. അയാൾ വിചാരിച്ചു, ഇത്രയും വില പിടിപ്പുള്ള വൈഡൂര്യമാണല്ലോ, ഓക്കെ. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോഴത്തേനും അദ്ദേഹം വിചാരിക്കും, വെയിറ്റ് എ മിനിറ്റ്, ഇത്രയും വിലപിടിപ്പുള്ള ഈ ഡയമണ്ട് ഇദ്ദേഹം ഈ ട്രാഷിൽ സൂക്ഷിക്കണമെങ്കിൽ അതിനെക്കാട്ടി ഏറ്റവും വലിയ സ്വത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവണമല്ലോ, അല്ലേ? ഇത്രയും ഈ ഡയമണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ വരും. ബട്ട് അദ്ദേഹം ട്രാഷിലാണ് ഇട്ടിരുന്നത്, അദ്ദേഹം ചവറ്റുകൊട്ടയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കാട്ടിയും വലിയ സാധനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവണമല്ലോ, ഇതിനെക്കാട്ടിയും വലിയ വില പിടിപ്പുള്ള ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള എന്തോ ഉണ്ടാവും, അതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അദ്ദേഹം തിരിച്ചുകൊണ്ട് ചോദിച്ചു, താൻ എന്തിനാണ് ഇത്രയും വലിയ ഡയമണ്ട് ഈ ട്രാഷിലിട്ടിരിക്കുന്നത്? താങ്കൾ എൻ്റെ അടുത്ത് എനിക്ക് അതിലും വില പിടിപ്പുള്ള സാധനം താങ്കളുടെ കയ്യിലുണ്ടെന്നറിയാം, അതാണ് എനിക്ക് വേണ്ടത്. അപ്പം പറയും, ഇത് കൊണ്ട് കളഞ്ഞിട്ട് വരാൻ പറയും. അപ്പോൾ ഇത് കളഞ്ഞിട്ട് വരുമ്പോഴാണ് അദ്ദേഹത്തിന് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഭഗവാനെക്കുറിച്ച് അറിയാൻ എത്രയോ നമ്മൾ കൂടുതൽ ഇൻസ്പയർഡ് ആവുന്നു, അത്രയും കൂടുതൽ നമുക്ക് വൈരാഗ്യം തന്നെ ഉണ്ടാവുന്നതാണ്. ഒരു ശ്ലോകം പറയുന്നത്, വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം തത് അഹൈതുകം. അതായത് ഭഗവാന്റെ ഭഗവാന്റെ ഭക്തി സേവനത്തിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഭക്തി കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുമ്പോൾ, ഭഗവാന്റെ ഭക്തിയിൽ കൂടുതൽ ഇൻവോൾവ് ആകുമ്പോൾ വൈരാഗ്യവും ജ്ഞാനവും ഇത് രണ്ടും ഓട്ടോമാറ്റിക്കലി സംഭവിക്കും എന്നാണ് പറയുന്നത്. ഇതൊരു സൈക്ലിക് പ്രോസസ്, ഒരു ലൂപ്പാണ് ബേസിക്കലി. ജ്ഞാനവും വൈരാഗ്യവും നമ്മൾ ഭക്തിയിലേക്ക് കൊണ്ടെത്തിക്കും. ഭക്തിയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ജ്ഞാനവും വൈരാഗ്യം കൂടുതൽ അത് സ്ട്രോങ് ആവും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും ഈ വൈരാഗ്യത്തിന്റെ ക്വാളിറ്റിയാണ് അവർക്ക് അറിയേണ്ടത്. എങ്ങനെ സംഭവിക്കുന്നു ഭക്തന് ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെ പെട്ടെന്ന് ഇതിനെ റിനൗൺസ് ചെയ്യാൻ പറ്റുന്നു? സിമ്പിളാണ്, ആൻസർ വളരെ സിമ്പിളാണ്. കാരണം ഈ കാര്യങ്ങളൊന്നും ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ, ഇതെല്ലാം ഈസ് ജസ്റ്റ് ലൈക്ക് സ്റ്റോൺസ് ആൻഡ് പെബിൾസ്. ഈ കാണുന്ന ഈ സമ്പത്തും ഈ പ്രശസ്തിയും എല്ലാം ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് സ്റ്റോൺസ് ആൻഡ് പെബിൾസ്. അതായത് കല്ലും മണ്ണും പോലെയാണ്, അത്രേ വിലയുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഗ്രേറ്റ് ആചാര്യാസ്, ഭക്തന്മാർ, ഇവരെല്ലാവരും വളരെ ഈസി ആയിട്ട് അതിനെ ത്യജിച്ചത്. ഏതെങ്കിലും എക്സാമ്പിൾ ഓർമ്മ വരുന്നുണ്ടോ ആർക്കെങ്കിലും ഇതുപോലുള്ള? ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ബട്ട് ഏതെങ്കിലും എക്സാമ്പിൾ ഓർമ്മ വരുന്നുണ്ടോ? ഭരത് മഹാരാജ പ്രഭു, ഹരേ കൃഷ്ണ. ഭരത് മഹാരാജിന്റെ അതേ എക്സാമ്പിൾ കറക്റ്റ് ആണ്. വേറെ എന്തെങ്കിലും? രഘുനാഥ് ദാസ് ഗോസ്വാമി. രഘുനാഥ് ദാസ് ഗോസ്വാമി. ഗോസ്വാമീസ് എല്ലാവരും ഇതിന്റെ പെർസോണിഫിക്കേഷൻ ആണ്. അങ്ങനെ പല പല ഭക്തന്മാരും, പല കുന്തി മഹാറാണി ഡയറക്ട്ലി റിനൗൺസിയേഷൻ കുറിച്ചല്ല പറയുന്നതെങ്കിലും
കുന്തി മഹാറാണി യുദ്ധമെല്ലാം കഴിഞ്ഞ ഒരു കുന്തി മഹാറാണി പാണ്ഡവരെല്ലാവരും വിജയിച്ചു. ശത്രുക്കളെല്ലാരെയും നശിപ്പിച്ചു. ആരുമില്ല ഇനിയിപ്പം അവർക്ക് അവർ സുഖമായിട്ട് സന്തോഷമായിട്ട് ഈ ലോകം മൊത്തം റൂളിങ് ദ വേൾഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് കുന്തി മഹാറാണി ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഭഗവാനെ, എനിക്ക് കഷ്ടപ്പാട് തരണേന്ന്. എന്താണ് ശ്ലോകം? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും ശ്ലോകം? ഒരു ബ്യൂട്ടിഫുൾ ശ്ലോകമാണ്. അതിനകത്ത് ഭഗവാൻ അദ്ദേഹം കുന്തി മഹാറാണി ഹരേ കൃഷ്ണ. അധ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ അതല്ല അല്ലല്ല അതല്ല, ഞാൻ മറന്നുപോയി. വളരെ വളരെ ഫേമസ് ദർശനം യസ്യ ഭവദർശനം. ആദ്യത്തെ ശ്ലോകം, ആദ്യത്തെ വേർഡ് ഞാൻ മറന്നുപോയി. വിപത്താത് സന്തു യസ്യത്, അതാണ്. എത്ര എത്ര ജഗദ്ഗുരു ഭവതാത് അദർശനം യസ്യാത് പുനർ ഭവദർശനം. വിപത്തസന്ധത യസ്യാത്. എനിക്ക് ഈ വിപത്തുകളെല്ലാം കൊണ്ട് തിരിച്ചെൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. കാരണം എന്താ? ഇപ്പോ ഞാൻ വളരെ സുഖത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് ശത്രുക്കളെന്ന് പറയാൻ ആരുമില്ല. എനിക്ക് ആരെയും ഇനിയിപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം വളരെ സൗകര്യമായിട്ടാണ് ജീവിക്കുന്നത്. പാലസിലാണ് ജീവിക്കുന്നത്. വളരെ ഭയങ്കര സംച്വസ് ആയിട്ടുള്ള പ്രസാദം കഴിക്കാൻ പറ്റും. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫാണ്. പക്ഷെ അതൊന്നും എനിക്ക് ഹാപ്പിനെസ് തരുന്നില്ല. കാരണം എന്താണ്? ഈ ഭവതാ ദർശനം, ഭഗവാന്റെ ദർശനം എനിക്ക് കിട്ടുന്നില്ല. കാരണം എന്താ? എപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് ഭഗവാനെ ആശ്രയിക്കാൻ വളരെ ഈസി ആയിരുന്നു. വളരെ പ്രഭുപാദ് ആ പുറപ്പെട്ടില് പ്രഭുപാദ് പറയുന്നു, കുന്തി ഈസ് എ വെരി ഇന്റലിജന്റ് ലേഡി, വെരി സ്മാർട്ട് ലേഡി എന്ന് പ്രഭുപാദ് ആ പുറപ്പെട്ടില് പറയുന്നുണ്ട്. എന്തുകൊണ്ടാ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ലോകത്തില് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഒരു ശ്ലോകം ഉണ്ടല്ലോ അതിനകത്ത്, സുഖവൻ മന്യത്തെ ഗൃഹി, ഭാഗവത്തിലൊരു ശ്ലോകമാണ്. ഗൃഹേഷു കൂടധർമ്മേഷു ദുഃഖതന്ത്രേഷു അതന്ത്രിതഃ കുർവൻ ദുഃഖ പ്രതീകാരം സുഖവൻ മന്യത്തെ ഗൃഹി. മന്യത്തെ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അർത്ഥം അറിയാമോ? മന്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നു, അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു, അതാണ് മന്യത്തെ. ഇവിടെ പറയുന്നത് സുഖവൻ മന്യത്തെ ഗൃഹി. ഗൃഹി എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥൻ. ഒരു ഗൃഹസ്ഥൻ വിചാരിക്കുകയാണ്, ഹി തിങ്സ് ദാറ്റ് ഹി ഈസ് ഹാപ്പി. എങ്ങനെയാണ് ഹാപ്പി? കൂടധർമ്മേഷു. ഓരോ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിന് സക്സസ് കിട്ടാൻ വേണ്ടി നമ്മൾ കൂടധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൂടധർമ്മം എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഡിപ്ലോമസി ആൻഡ് പോളിറ്റിക്സ്. പ്രഭുപാദ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. പല തരത്തിലുള്ള കള്ളത്തരങ്ങളും ഡിപ്ലോമസിയും പോളിറ്റിക്സും പലതരത്തിലുള്ള ഇതും ആൾക്കാരെ പറ്റിക്കാനും, ഈവൻ ദോ നമ്മൾ ആൾക്കാരെ പറ്റിക്കുന്നെങ്കിലും നമ്മുടെ ലൈഫ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും, വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ അത് ചെയ്യുന്നു, നമ്മൾ പ്ലാൻ ചെയ്യുന്നു, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ അത് ചെയ്യുന്നു. ഇതിനെല്ലാം ഭാഗവതം വിചാരിക്കുന്നത് കൂടധർമ്മം എന്നാണ്. ശരിക്കും നമ്മൾ ലിറ്ററലി ആളെ പറ്റിച്ച് ജീവിക്കുന്നു എന്നല്ല ഇത് ഭാഗവതം പറയുന്നത്. ജീവിക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കരമായി കഷ്ടപ്പെടുന്നു അല്ലേ. ഒരു നമ്മുടെ ഒരു വൈഷ്ണവ ഭജന ഉണ്ടല്ലോ, അതിനകത്ത് എന്താ പറയുന്നത്? മറന്നുപോയി. അതിനകത്ത് പറയുന്നത് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം എനിവേ വൈഷ്ണവ ഭജനിൽ പറയുന്നത്, നമ്മൾ ആൾക്കാരെ എല്ലാം നമ്മളെ സേവിക്കുകയാണ്. കൃപണ സേവിനു കൃപണ സേവിന
ദുർജന സഖ ചപല സുഖ ലഭലായിനി അല്ലെ, സംതിങ് ലൈക്ക് ദാറ്റ്. ചപല സുഖത്തിന് വേണ്ടി കൃപണ സേവിന. കൃപണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്ക്രിയൻസ്. കൃപണ സേവിനു വിഫല ദുർജന ചപല സുഖ ലഭലായിനി. നമ്മുടെ ചപലമായ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പേരെ നമ്മൾ ഇങ്ങനെ സേവിക്കുന്നു, ഒരുപാട് പേരെ നമ്മൾ കാല് പിടിക്കുന്നു, ഒരുപാട് പേരെ നമ്മൾ പുകഴ്ത്തുന്നു, ഒരുപാട് പേരെ നമ്മൾ അവരുടെ കൂടെ കൂട്ടുകൂടുന്നു, ഒരുപാട് പേരെ നമ്മൾ ചതിക്കുന്നു, ഒരുപാട് പേരെ. ഇതാണ് ഗൃഹേഷു കൂടധർമ്മേഷു. ഐ തിങ്ക് 3rd കാൻറ്റോയിലാണെന്ന് തോന്നുന്നു ഈ ശ്ലോകം. ബ്യൂട്ടിഫുൾ ശ്ലോകം. ദുഃഖതന്ത്രേഷു അതന്ത്രിത. നമ്മളെപ്പോഴും ഈ ദുഃഖങ്ങൾ എപ്പോഴും അനുഭവിക്കുകയും ചെയ്യുന്നു, ദുഃഖങ്ങൾ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം? നമ്മുടെ ദുഃഖപ്രതീകാരം. ബ്യൂട്ടിഫുൾ ലൈനാണ്. ദുഃഖപ്രതീകാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ദുഃഖപ്രതീകാരം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ദുഃഖത്തിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ ദുഃഖത്തിനെ മറച്ചു വെക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്താണ്? വി ആർ ഹാപ്പി. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ തക്കാളിക്ക് 100 രൂപയാണ് 1 കിലോയ്ക്ക് എന്ന് വിചാരിക്കൂ. പെട്ടെന്ന് ഓണത്തിന് ഭയങ്കര സെയിൽ വന്നു, തക്കാളിക്ക് 95 രൂപ. അപ്പോഴത്തേന് എന്ത് വരും? ഓ, സെയിൽ, 5 രൂപ റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തക്കാളി ഒരു 5 കിലോ മേടിച്ചുകൊണ്ട് വരും. ഭയങ്കര ഹാപ്പി. എന്ത് പറ്റിയെന്ന്? ഭയങ്കര ഹാപ്പി ആണല്ലോ, അത് 5 രൂപ കുറഞ്ഞു കിട്ടി, തക്കാളി കിട്ടും. എന്തുകൊണ്ടാണ് അയാൾ ഹാപ്പി ആയത്? കാരണം അയാൾക്ക് 100 രൂപയുള്ള തക്കാളി 5 രൂപ കുറച്ച് കിട്ടി, 95 രൂപയ്ക്ക്. അങ്ങനെയാണ് നമ്മളെല്ലാം ഹാപ്പി ആവും. നമ്മുടെ ദുഃഖത്തിനെ നമ്മളൊന്ന് കുറഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവും. അതല്ല, ആക്ച്വലി തക്കാളി ഫ്രീ ആയിട്ട് കിട്ടിയാലാണ് നമ്മൾ ഹാപ്പി ആവേണ്ടത്. മനസ്സിലായോ? അതാണ് നമ്മുടെ ആക്ച്വൽ പൊസിഷൻ. പക്ഷേ നമ്മൾ ഫുൾ ടൈം മിസറിയിലാണ്. ആ മിസറിയിൽ പ്രഭുപാദ് പറയുന്ന ഒരാളെ നമ്മൾ വെള്ളത്തിൽ കഴുത്തിൽ ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ വെച്ചിട്ട് പൊക്കിയെടുക്കുമ്പോൾ അയാൾക്കൊരു ഹി ഫീൽ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹാപ്പിനെസ്. അയാൾ വെള്ളത്തിൽ നിന്ന് ആ ശ്വാസം കിട്ടാതെ ഒരു നിമിഷത്തേക്ക് ഒരു ഗ്യാസ്പ് ഓഫ് ബ്രെത്ത് അങ്ങനെ എടുക്കുമ്പോഴത്തേന് അങ്ങേർക്ക് ഒരു ആശ്വാസം. അത്രേ ഉള്ളൂ നമ്മുടെ ക്ഷണികമായ ഈ ഹാപ്പിനെസ്. മനസ്സിലായോ? ആ കുറുവൻ ദുഃഖപ്രതീകാരം, ആ ദുഃഖത്തിനെ നമ്മളൊന്ന് കുറച്ചു നേരം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറഞ്ഞു കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ്, നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അതാണ് സുഖവൻ മന്യതേ ഗൃഹി എന്ന് പറയുന്നത്. ഈ ശ്ലോകം പറയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ശരിക്കും ഉള്ള ഹാപ്പിനെസ്. ഈ ഹാപ്പിനെസ് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുറെ എല്ലാം ഇങ്ങനെ അടച്ചു പിടിക്കുന്നത്. ദേഹാപത്യ കളത്രാദേശു ആത്മസൈന്യേഷു അസത്സ്വപി. 2ാമത്തെ കാൻഡോയിൽ പറയുന്നതാണ് ഭാഗവതം. ദേഹം, നമ്മുടെ ശരീരം, അപത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ, കളത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൗസ്, ഭാര്യയാണ്, ഭർത്താവാണെങ്കിലും, നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ ഫെയിം. ആത്മസൈന്യേഷു അസത്സ്വപി. ഇതെല്ലാം ആത്മസൈന്യം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, അല്ലേ? ഇതെല്ലാം നമ്മുടെ ആത്മസൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ആർമി. ഇവരെപ്പോഴും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. എന്തൊക്കെയാണ്? നമ്മുടെ ദേഹം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഭാര്യയും ഭർത്താവും, നമ്മുടെ അച്ഛനമ്മ, നമ്മുടെ സഹോദരികൾ, നമ്മുടെ സഹോദരന്മാർ, എൻ്റെ ജോലി, എൻ്റെ ബാങ്ക് ബാലൻസ്, എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്സ്, എൻ്റെ ഫെയിം, എൻ്റെ പ്രശസ്തി. ഇതെല്ലാം ആത്മസൈന്യേഷു അസത്. ഇതെല്ലാം അസത്ത് എന്നാണ് ഭാഗവതം പറയുന്നത്. അസത് സ്വാപി. തേഷാം പ്രമത്തോ നിധനം. ഇതെല്ലാം പ്രമത്തമാണ്. ഇതെല്ലാം പ്രമത്തം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അറിയാമോ? പ്രമത്തം, മാഡ്നസ്. എക്സാക്ട്ലി. പ്രമത്തോ നിധനം പശ്യൻ അപിന പശ്യതി. നമുക്കൊരു 1000 കണ്ണുകൊണ്ട് കണ്ടാലും നമ്മൾ ശരിക്കുള്ള തത്വത്തിനെ കാണാൻ പറ്റില്ല. പശ്യൻ അപി ന പശ്യതി എന്ന് ഭാഗവതം പറയുന്നു. നോക്കണം നമ്മുടെ സിറ്റുവേഷൻ. അപ്പോൾ ഇതാണ് നമ്മൾ വിചാരിക്കുന്നത്. മന്യത്തെ, നമ്മൾ വിചാരിക്കുകയാണ് ഇതെല്ലാം
ഇറ്റ്സ് ഗോയിങ് ടു സേവ് അസ്. ഇതെല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആത്മസൈന്യേഷു, ഇതെല്ലാം നമ്മുടെ ആത്മസൈന്യങ്ങളാണ്. നമ്മുടെ എല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മുടെ സൈന്യമാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നു. ബട്ട് ആക്ച്വലി അല്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ പുറകിൽ ഒരാൾ എപ്പോഴും ഉണ്ട്. ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാമോ? ഭഗവാനാണ്. ബട്ട് വേറൊരു ഭഗവാന്റെ മറ്റ് കാലം. എക്സാക്ട്ലി, കാലം. റൈറ്റ്. ഒരു ശ്ലോകമുണ്ട്, ഭീതം അതല്ല, പ്രചണ്ഡ വേഗാത് അഭിധാവതോ ഭൃഷാം. ഈ കാലം എങ്ങനെയാണെന്നറിയാമോ നമ്മൾ ഫോളോ ചെയ്യുന്നത്? പ്രചണ്ഡ വേഗം എന്ന് പറയുന്നത് ഹൈ സ്പീഡിൽ നമ്മളെ ഫോളോ ചെയ്യണം കാലം. അത്രയും സ്പീഡിൽ നമ്മളെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കാലം ഓരോ നിമിഷവും. ആയുർ ഹരതി വൈപുംസാം ഉദ്യൻ അസ്തം ചെയ്യുന്നസൗ. ഓരോ ദിവസവും ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും എന്താ ചെയ്യുന്നത്? എന്താ സംഭവിക്കുന്നത് അവിടെ? എന്താ ഹരതി? ആയുർ ഹരതി. ആയുർ ഹരതി എന്ന് പറഞ്ഞാൽ ആയുസ് മാറി കുറഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലേ? കുറഞ്ഞോണ്ടിരിക്കുകയാണ് ആയുർ. ഓരോ ദിവസവും കഴിയും തോറും നമ്മുടെ ആയുസ് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ബോഡി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ സിറ്റുവേഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പ്രഭുസ്, മാതാജീസ് അല്ലേ? ഓരോ ദിവസവും നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്തെല്ലാം സ്ട്രഗിൾ ആണ്, എന്തെല്ലാം ബുദ്ധിമുട്ടാണെന്ന് അത് അത്രയും ബുദ്ധിമുട്ടാണ് നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞു കൂട്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ശരീരവും ഡിറ്റീരിയേറ്റ് കൊണ്ടിരിക്കുകയാണ്. എന്താണ് കുലശേഖര ആൾവാർ പറയുന്നത്? ഇതം ശരീരം പരിണാമപേശലം അല്ലെ? പദത്യവശ്യം ശ്ലതസന്ധി ജർജരം കിമൗഷധേർ ക്ലിഷ്യസി മൂഢധർമ്മത്തെ നിരാമയം കൃഷ്ണരസായനം പിബ. കുലശേഖരാൾവാർ പറയുന്നത് എന്താണ്? ഈ ശരീരം പരിണാമപേശലം. പരിണാമപേശലം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിണാമം എന്ന് പറഞ്ഞാൽ എന്താണ്? മാറിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? സയൻസ് എന്താ പറയുന്നത്? ഓരോ 7 ദിവസം കഴിയുമ്പോഴത്തേനും നമ്മുടെ ശരീരത്തിലുള്ള കംപ്ലീറ്റ് സെൽസും മാറിക്കഴിയും. ഓരോ 10 ദിവസം കഴിയുമ്പോഴത്തേനും നമ്മുടെ പല ഓർഗൻസ് ചെറുതായി വീക്കായിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം ഇതം ശരീരം പരിണാമപേശലം പദത്തി അവശ്യമായിട്ടത് പദത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വീണിരിക്കും, ഉറപ്പായിട്ട് വീണിരിക്കും. ശരീരം ഒരിക്കലും നമ്മൾ പറയുന്നില്ലേ, 100 വർഷം കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നു, പുറമേയാണ്. ബട്ട് ഒരിക്കൽ അത് വീണിരിക്കും. ഒരു കോമൺ മാൻ, ഒരു ആവറേജ് മാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 വയസ്സ് കഴിയുമ്പോഴത്തേനും പതുക്കെ ഓരോ കാര്യങ്ങൾ തുടങ്ങും അല്ലേ? ശ്ലതസന്ധി ചർജരം. സന്ധി എന്ന് പറഞ്ഞാൽ ഓരോ ജോയിന്റ്സിലും പെയിൻ തുടങ്ങും. ഓരോ നമുക്ക് ചെവി കേൾക്കാൻ പറ്റില്ല, കാഴ്ച കാണാൻ പറ്റില്ല. കണ്ണിന്റെ കാഴ്ച കുറയും, ആർത്രൈറ്റിസ് ഉണ്ടാവും, പല പല പ്രശ്നങ്ങളുണ്ടാവും. ഇതെല്ലാം നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഡ്രാഗസ് ഡൗൺ, നമ്മളെ താഴോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. മാതാജി എത്ര മണി വരെ ഉണ്ടാവും എന്ന് പറയാമോ പ്ലീസ്? ഇനി എത്ര സമയം എനിക്കുണ്ടെന്ന് പറയാമോ? പ്രഭു 8:45 9 വരെ പ്രഭു. അതായത് ഇവിടുത്തെ സമയം അല്ല, ഇനി എത്ര മിനിറ്റ് എന്ന് പറയാമോ പ്ലീസ്? 15 minutes പ്രഭു. 15 to 20 minutes. ഫൈൻ, താങ്ക് യു. അപ്പോൾ അതാണ് നമ്മുടെ സിറ്റുവേഷൻ, മനസ്സിലായോ? അപ്പോൾ ഈ ഓരോ നമ്മൾ എന്തെല്ലാം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടോ, നമ്മൾ എന്തെല്ലാം നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നു, ബട്ട് ഒരാൾ വളരെ ഡിലിജൻ്റ് ആയിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നു. ഈ കാലം, ഇത് ഭാഗവത്തിലൊരു ശ്ലോകമുണ്ട്, പ്രമത്തമുച്ചേർ ഇതി കൃത്യ ചിന്തയ പ്രവൃദ്ധ ലോപം വിഷയേഷു ലാലസം തം അപ്രമത്തഃ സഹസാ വിപദ്യസേ ക്ഷൂലേലിഹാനോ ഹി അവാക്കുമന്തഃ. ഇത് പറയുന്നത് ഈ നമ്മൾ പ്രമത്തം എന്ന് പറഞ്ഞാൽ മാഡ്നസ് പിടിച്ച് നമ്മൾ ഓടി നടക്കുകയാണ്.
ഓടി നടക്കണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, ആം, ആം, ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കണം, ഈ പ്ലാൻ ചെയ്യണം, അത് ചെയ്യണമെന്ന് ഇതികൃത്യ ചിന്ത. ഈ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മാഡായിട്ട് നടക്കുകയാണ്. എന്തുകൊണ്ടാണ്? വിഷയേഷു ലാലസം. വിഷയങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇത് എൻജോയ് ചെയ്യാനുള്ള ലാലസം. ലാലസം മീൻസ് അതീവമായ ഗ്രീഡ്, അതീവമായ ആഗ്രഹം. ബട്ട് ഒരാള് വളരെ കീനായിട്ട് ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. അതാരാണ്? ത്വം ത്വം അപ്രമത്തഃ സഹസാഭിമത്യസേ. ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാന്റെ ഏജന്റ് ഇതെല്ലാം കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്താണ്? അപ്രമത്തമാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രമത്തനല്ല. അദ്ദേഹം വളരെ കീനായിട്ട്, വളരെ ഷ്രൂഡായിട്ട് ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ക്ഷൂ ലേലിഹാനോ ഇഹിർ ഇവാക്കുമന്തഃ. ഒരു എലിയെ പിടിക്കാൻ ഒരു 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 പാമ്പ്, ഒരു സ്നേക്ക് എങ്ങനെയാണോ വളരെ കെയർഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഒരു തവളയെ പിടിക്കാനായിട്ട് എങ്ങനെയാണോ ഒരു പാമ്പ് വളരെ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു എലിയെ തവളയെ പിടിക്കാനായിട്ട് പാമ്പ് വളരെ കെയർഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മൾ വിചാരിക്കും പാമ്പ് ഒന്നും ചെയ്യുന്നില്ല, അനങ്ങാതിരിക്കുമായിരിക്കും. ബട്ട് വളരെ കെയർഫുൾ ആയിട്ട് ഇങ്ങനെ ഈസ് റെഡി ടു അറ്റാക്ക് അല്ലേ? അങ്ങനെ ഇരുന്ന് പെട്ടെന്ന് ആണ് പാമ്പ് കയറി ചാടി അറ്റാക്ക് ചെയ്യുന്നത്. അതുപോലെ ഇത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു, ഭാഗവതം പഠിപ്പിക്കുന്നു പറഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മളൊന്ന് തുടങ്ങണം, ചിന്തിച്ച് തുടങ്ങണം നമ്മുടെ ലൈഫിനെ കുറിച്ച്. നമ്മളെല്ലാവരും സാധാരണ നോർമൽ ആൾക്കാരല്ല. അറ്റ്ലീസ്റ്റ് ഈ എത്ര പേരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ? 37 പേരുണ്ടല്ലേ. നമ്മളെല്ലാവരും രാവിലെ 8 മണിയായപ്പോൾ ഭാഗവതം കേൾക്കാൻ വന്നതാണ്, ഭാഗവതം ഡിസ്കസ് ചെയ്യാൻ വന്നതാണ്. നമ്മൾ അതിനെ അത്രയും നമ്മൾ സീരിയസ് ആണ്. അപ്പോൾ എവിടെയൊക്കെയോ നമ്മൾ നമ്മുടെ ലൈഫിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. പ്രഭുപാദ് പറയുന്നത് ഇറ്റ്സ് എ വെരി സ്മാർട്ട് മൂവ്. അത്രയെങ്കിലും നമ്മൾ തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മൾക്ക് ആ ഒരു സീരിയസ്നെസ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗവതം പറയുന്നത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചിന്തിച്ച് തുടങ്ങണം. ഞാൻ പറയുന്നല്ലോ, ഇതെല്ലാം നമുക്ക് വളരെ എളുപ്പമാണ് പറയാൻ. ഇറ്റ്സ് ഈസിലി സെഡ് ആൻഡ് ഡൺ. എളുപ്പത്തിൽ പറയാൻ പറ്റും, പക്ഷേ ഇത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു 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 പ്രേരണ, ഒരു ഇൻസ്പിറേഷൻ ഇതിൽ നിന്ന് കിട്ടണം. മനസ്സിലായോ? കാരണം നമ്മൾ ഇതിനെ പറയുന്ന ബീജം എന്നാ പറയുന്നത്. ഈ ഇൻഫർമേഷൻ, ഭാഗവതം ഈ പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു ബീജമായിട്ട്, ഒരു സീഡായിട്ട് നമ്മൾ കിടക്കണം. എന്നിട്ട് നിത്യം ഭാഗവത സേവയാ. നിത്യം ഭാഗവത സേവ. ഈ ഭാഗവതം നമ്മൾ പ്രഭുപാദിന്റെ നമ്മൾ ഭാഗവതം എടുത്ത് നോക്കിക്കോളൂ, പ്രഭുപാദിന്റെ പ്രോപ്പേർട്സ് എടുത്ത് നോക്കിക്കോളൂ, പ്രഭുപാദിന്റെ ലെക്ചേഴ്സ് എടുത്ത് നോക്കിക്കോളൂ. പ്രഭുപാദ് എസെൻഷ്യലി പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. എവറിത്തിങ് ഈസ് ദ സെയിം തിങ്. എന്താണ്? കൃഷ്ണ ഇസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആൻഡ് മായ ഈസ് വി ഷുഡ് ബി കെയർഫുൾ അബൌട്ട് മായ. എന്ത് ചെയ്യണം? നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ സേവയിൽ ഏർപ്പെടണം. ഭഗവാന്റെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ചാൻറ്റിങ് ആൻഡ് റീഡിങ് ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലേ? എന്തായിരുന്നു ആ ശ്ലോകം പറയുന്നത്? തത് ശൃണ്വൻ സുപഠൻ വിചാരണപരോ. മനസ്സിലായോ? ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. ഇത് തന്നെയാണ് പ്രഭുപാദ് എല്ലാ പർപ്പട്ടിലും പറയുന്നത്. എന്തൊക്കെയാണോ ആ ഒരു ശ്ലോകം ആവശ്യപ്പെടുന്നത്, അതിന്റെ ഒരു ശരിക്കും പ്രഭുപാദ് കണ്ടൻസ് ചെയ്ത് പറയുന്ന പറഞ്ഞാൽ ദിസ് ഇസ് ദ നേച്ചർ ഓഫ്, ദിസ് ഇസ് ദ പ്രൊഫൈൽ ഓഫ് ദിസ് മെറ്റീരിയൽ വേൾഡ്. ഈ ലോകത്തിന്റെ ഈ നേച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വി ഷുഡ് ബി അറ്റ്ലീസ്റ്റ് കെയർഫുൾ അബൌട്ട് ഇറ്റ്. നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. മനസ്സിലായോ? കാരണം നമ്മൾ ഇങ്ങനെ നിത്യം ഭാഗവത സേവയ ഭഗവതീർ ഉത്തമ ശ്ലോകേ ഭക്തിർ ഭവതി നൈഷ്ടകേ. റൈറ്റ്? പിന്നെ മൂക്കം കരോതി വാചാലം, അതിനു മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് ശ്ലോകം
അപ്പൊ അതിനകത്ത് പറയുന്നത് പറഞ്ഞാല് നമ്മുടെ ഈ ഇങ്ങനെ നമ്മൾ നിത്യം ഭാഗവത സേവയാ ഈ ഭാഗവതം ഇങ്ങനെ നമ്മൾ നിത്യമായിട്ട് സേവിക്കുമ്പോൾ നമുക്ക് എന്താ പറ്റുന്ന പറഞ്ഞാൽ സ്ലോലി ആൻഡ് സ്ലോലി അഭദ്രോഹി അഭദ്രാണി വിധുനോതി സുഹൃത്സദാം. മനസ്സിലായോ? ഈ അഭദ്രങ്ങളെല്ലാം പതുക്കെ 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 മാറാൻ തുടങ്ങും. ഈ അഭദ്രങ്ങൾ മാറുന്നത് തന്നെയാണ് നമ്മുടെ വൈരാഗ്യത്തിന്റെ ലക്ഷണവും. മനസ്സിലായോ? സ്ലോലി നമ്മുടെ അഭദ്ര എന്ന് പറയുന്നത് ഇംപ്യൂരിറ്റീസ്. നമ്മുടെ ഈ ഇംപ്യൂരിറ്റീസ് ലസ്റ്റ്, ആങ്കർ, ഗ്രീഡ്, എൻവി, പ്രൈഡ് ആൻഡ് ഇല്യൂഷൻ, ഈ 6 ഷഡ് റിപു എന്ന് പറയത്തില്ലേ, ഈ 6 കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ ഈ അറ്റാച്ച്മെന്റ്, എല്ലാത്തിനോടും അറ്റാച്ച്മെന്റ് തോന്നിക്കുന്ന ഈ 6 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ലസ്റ്റ്, ആങ്കർ, ഗ്രീഡ്, കാമം, ക്രോധം. ഗ്രീഡ് എന്ന് പറയുന്നത് എന്താണ്? ദേഷ്യം, അല്ല സോറി, അത്യാഗ്രഹം. അത്യാഗ്രഹം. എൻവി എന്ന് പറഞ്ഞാല് അസൂയ അല്ലെ? പ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഹങ്കാരം. ആൻഡ് ഇല്യൂഷൻ, മായ, മോഹം അല്ലെ? ഈ 6 കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ ഈ അറ്റാച്ച്മെന്റ് എല്ലാം പിടിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്ക് അറ്റാച്ച്മെന്റിന്? ഈ 6 കാര്യങ്ങൾ തന്നെയാണ്. അതിനാണ് ഷഡ്രിപുക്കൾ എന്ന് പറയുന്നത്. അപ്പം ഈ 6 പ്രഭു അതൊരു ശ്ലോകമായിട്ട് പറഞ്ഞ കാമക്രോധ ലോഭ മോഹ. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യ. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് ഈ നമ്മളെ അറ്റാച്ച്മെന്റ് പിടിച്ചു വെച്ചിരിക്കുന്നത്. അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. റിനൗൺസിയേഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ നമ്മളെ ഈ അറ്റാച്ച്മെന്റ് ആണ് നമ്മളെ ശരിക്കും പ്രഭുപാദ് പറയുന്നത്. ദിസ് അറ്റാച്ച്മെന്റ് ഈസ് ദ വൺ വിച്ച് ഈസ് ബൈൻഡിങ് അസ് ടു ദിസ് മെറ്റീരിയൽ വേൾഡ്. ഈ കാണുന്ന നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ദേഹാപത്യ കളത്രാദേശു ആത്മസൈന്യേഷു, ഈ കാര്യങ്ങളാണ് നമ്മളെ ശരിക്കും ഈ മെറ്റീരിയൽ വേൾഡിലേക്ക് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്പം പോലും നമുക്ക് എന്താ പറയുന്ന അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ, ഡിസയർ ഉണ്ടെങ്കിൽ ഒരിക്കലും ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകാൻ പറ്റില്ലെന്ന് വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. അത് ഭയങ്കര, നമ്മള് എന്താ പറയുന്ന, ഭഗവത്ഗീതയിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, സുസുഖം കർത്തും അവ്യയം. വളരെ ഈസിയാണ് ഭക്തി ചെയ്യാൻ, ഈസിയാണ്. ബട്ട് അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്ക് വളരെ ഈസിയാണ്. ഇപ്പം രാധാനാഥ് സ്വാമി മഹാരാജ് ഒരു ലെക്ചറിൽ പറയുന്നത്, ഭക്തി ഈസ് ആസ് ഇഫ് ലൈക്ക് ഈറ്റിംഗ് എ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ഒരു ലഡ്ഡു അല്ലെങ്കിൽ ഒരു പൂരിയോ കഴിക്കുന്ന അത്രയും ഈസിയാണ് ഭക്തി. ബട്ട് ഫോർ സീരിയസ് പീപ്പിൾ, മഹാരാജ് അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്ക് ചാൻഡ് ചെയ്യാൻ, നമ്മൾ ചാൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന സ്റ്റാൻഡിങ് എത്ര സ്ട്രഗിളിംഗ് ആണെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കണം. ഭാഗവതം വായിക്കുന്ന എന്തുമാത്രം സ്ട്രഗിളിംഗ് ആണെന്ന് ആലോചിക്കുക. നമ്മുടെ മനസ്സിനെ നമ്മൾ ഭയങ്കരമായിട്ട് എന്തുമാത്രം നമ്മൾ ഫോഴ്സ് ചെയ്യുന്നു, എന്തുമാത്രം നമ്മൾ അതിനുവേണ്ടി നമ്മൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നു. നമ്മൾ ചിലപ്പോൾ നമ്മൾ അത്രയും ഫോഴ്സ് ചെയ്യുമ്പോഴത്തേനും മനസ്സ് ഭയങ്കരമായിട്ട് റിബൽ ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്തുമാത്രം അതുകൊണ്ടുണ്ടാവുന്ന സ്ട്രെസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? ഭക്തി എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത്? മനസ്സിലായോ? അപ്പോൾ അത് നമ്മുടെ സ്ട്രഗിളാണ്. പക്ഷെ അതെന്ത് ചെയ്യണം? അതിനെ നമ്മൾ നമ്മുടെ ബോധം അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനം അല്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസിനെ ഷാർപ്പാക്കുമ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള പർപ്പസ് നമുക്ക് മനസ്സിലാവും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ഭയങ്കര ഇഷ്ടം ഈ സ്വീറ്റ്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാനുള്ള സ്വീറ്റ്സോ അങ്ങനെ ടോഫി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി എടുത്ത് കഴിക്കും. അപ്പം ഭാര്യ പറയും, കഴിക്കാൻ പാടില്ല, നിങ്ങൾക്ക് ഷുഗർ ഉള്ളതാണ് അത്. പക്ഷെ പുള്ളി കേൾക്കില്ല. ഈവൻ ദോ പുള്ളിക്ക് അത് അറിയാമെങ്കിൽ കൂടിയും പുള്ളി അത് കഴിക്കും. ബട്ട് ഇനിയൊരു ദിവസം പുള്ളിക്ക് ഭയങ്കരമായി ഷുഗർ കൂടി, പുള്ളിക്ക് സ്ട്രോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ പറയാണ്, ഇനി നിങ്ങൾ ഒരു കഷ്ണം സ്വീറ്റ് കഴിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് അപകടമാണ്, നിങ്ങൾ മരിച്ചു പോകും എന്ന് പറയുമ്പോൾ പുള്ളിക്ക് അവിടെ ഒരു നോളജ്, ഒരു ഇന്റലിജൻസ് പുള്ളിക്ക് കിട്ടുകയാണ്.
അപ്പൊ അതിനെയാണ് പ്രഭുപാദ് വിജ്ഞാനം എന്ന് പറയുന്നത്. ആ വിജ്ഞാനം ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ പുള്ളി എത്ര പറഞ്ഞാലും പുള്ളിക്കാരന് ആ സ്വീറ്റ് കഴിക്കാനുള്ള കാരണമൊന്നുമല്ല, ഭയം കൊണ്ടല്ല. ഭയമാണ്, ബട്ട് ആ ഭയത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജ്ഞാനം പുള്ളിക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിനുശേഷം പുള്ളി തനിയെ പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും തിരിച്ചു വരാൻ ശ്രമിക്കും. മനസ്സിലായോ? ഞാൻ പറയുന്നതിന്റെ ജിസ്റ്റ് എന്ന് പറയുന്നത്, നമുക്കൊരു ഒരു ഒരു എന്താണ് നമുക്ക് ആ ഒരു ജ്ഞാനം അല്ലേ? ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്, അർജുന ഏവം ഏവം ബുദ്ധി പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മനഃ, റൈറ്റ്? ഏവം ബുദ്ധിയെ പരം ബുദ്ധ്വാ, ഏറ്റവും പരമമായ ഇന്റലിജൻസ് കൊണ്ട് നിന്റെ ശത്രുവിനെ നീ കൊല്ലണം എന്നാണ് പറയുന്നത്. സംസ്തഭ്യാത്മാനമാത്മനഃ ജഹി ശത്രും മഹാബാഹു കാമരൂപം ദുരാസതം. ഈ കാമമാകുന്ന ഏറ്റവും ഒരിക്കലും കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഈ എനിമിയെ, അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ ശത്രുവിനെ എങ്ങനെയാണ് നീ കൊല്ലേണ്ടത്? ഇന്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധി പരംബുദ്ധ്വ, ഏവം ബുദ്ധിയെ പരംബുദ്ധ്വ, ഏറ്റവും പരമമായ ബുദ്ധിയായിട്ടുള്ള ആയുധം വെച്ചിട്ട് നീ കൊല്ലണം എന്ന് പറഞ്ഞു. അല്ലാതെ ഒരിക്കലും നമുക്ക് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. നമ്മുടെ ബോധം ഷാർപ്പാക്കാതെ നമുക്ക് എന്തൊക്കെ തല കുത്തി നിന്നാലും നമുക്ക് പറ്റില്ല. ആ ബോധത്തിനെ ഉണർത്തുന്നതാണ് ശ്രീമദ് ഭാഗവതം. ആ ബോധത്തിനെ ഉണർത്തുന്നതാണ് കൃഷ്ണാവബോധം. നമ്മൾ നോർമലി വിചാരിച്ചിരിക്കുന്ന കൃഷ്ണാവബോധം എന്ന് പറയുന്നത്, നമ്മൾ ചാൻഡ് ചെയ്തിട്ട് നമ്മൾ പ്രസാദം കഴിക്കുക, നമ്മൾ സത്സംഗത്തിന് പോവുക, അതെല്ലാം ഓക്കെയാണ്. ബട്ട് എസെൻഷ്യലി ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, അന്താരാഷ്ട്ര കൃഷ്ണാവബോധം എന്ന് പ്രഭുപാദ് പറഞ്ഞത്, ഭക്തിയിലേക്ക് എത്താനായിട്ടുള്ള ആ ജ്ഞാനത്തിന്റെ വഴിയാണ് പ്രഭുപാദ് പറഞ്ഞു തന്നിരിക്കുന്നത്, അല്ലെ? ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ. ഗുരുവിനെ പ്രണമിക്കുന്നത് നമ്മുടെ അജ്ഞാനം മാറ്റി ജ്ഞാനം തരുന്ന ഗുരു എന്നാണ് പറയുന്നത്. ഗുരു ഒരിക്കലും നമ്മൾക്ക് ഭക്തി ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നില്ല. ഭക്തി ചെയ്യേണ്ട വഴികളാണ് പറഞ്ഞു തരുന്നത്. 9 പ്രോസസ് ഓഫ് ഡിവോഷണൽ സർവീസ് ഇസ് നോട്ട് ഡിവോഷണൽ സർവീസ്, ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഡിവോഷണൽ സർവീസ്. വഴികൾ ഡിവോഷൻ ചെയ്യാൻ. കാരണം ഞാൻ ഒരു കാര്യം ഭഗവാന് മനസ്സുകൊണ്ട് സമർപ്പിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭഗവാനോടുള്ള ആ ഒരു ലവ്, അതിൻ്റെ ഇന്റൻസിറ്റി ഒരു കാരണവശാലും ആർക്കും പറഞ്ഞു തരാനോ ഡ്രൈവ് ചെയ്യാനോ പറ്റില്ല. എക്സാക്ട്ലി ലൈക്ക് ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹം, ആ സ്നേഹത്തിന്റെ അളവ് ഒരിക്കലും ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. ബട്ട് ആ കുഞ്ഞിനെ അമ്മയും ഒന്നിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ചേർത്ത് വെക്കാനോ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലേ? അത് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിയുമ്പോഴത്തേന് പിന്നെ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇറ്റ്സ് കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ബിറ്റ്വീൻ അമ്മയും കുഞ്ഞും. സെയിം വേ ഭഗവാനിലേക്കുള്ള പ്രോസസ് ഡിവോഷൻ സർവീസ്, ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മന്, ഇതെല്ലാം പ്രോസസ് ഭഗവാനിലേക്ക് എത്തിച്ചേർന്ന് ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യാനാണ്. ആ ഡിപ്പെൻഡൻസി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനും നമ്മളുമുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ആണ്. അതിലാർക്കും പ്രവേശനമില്ല. നോട്ട് ഈവൻ ഒരു ഗുരുമാർ, നോട്ട് ഈവൻ നമ്മുടെ ആചാര്യന്മാർക്ക് പോലും പറ്റില്ല. കാരണം വളരെ പേഴ്സണലാണ്. മനസ്സിലായോ? അതാണ് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നത്. എന്താണ് പറയുന്നത്? ദിവ്യജ്ഞാൻ ഹൃദയ പ്രകാശിതോ. ദിവ്യജ്ഞാനം ഹൃദയപ്രകാശിതം. ആ ദിവ്യജ്ഞാനം ഹൃദയപ്രകാശിതമായി കഴിയുമ്പോഴാണ് പ്രേമഭക്തി ജഹാ ഹോയ്ത്തെ അവിദ്യ വിനാശ ജാത്തെ. ആ ദിവ്യജ്ഞാനം ഹൃദയത്തിൽ പ്രകാശിച്ച് കഴിയുമ്പോഴേ നമുക്ക് പ്രേമഭക്തി ഉണ്ടാവുള്ളൂ. അപ്പം ഗുരു ചെയ്യുന്നത് പറയുന്നത് ആ ഒരു ജ്ഞാനത്തിന്റെ വഴി തുറന്നു തരിക എന്നുള്ളതാണ്. ആ ഒരു 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 ആ ഭക്തിയിലേക്കുള്ള വഴി, ജ്ഞാനത്തിന്റെ വഴി, ഭക്തിയിലേക്കുള്ള വഴി തുറന്നു തരിക എന്നാണ് ഗുരു ചെയ്യുന്നത്. ആ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനെ നമുക്ക് അറിയാനും, ആ ഭഗവാനെ അറിയാനായിട്ടുള്ള വഴി ഇതെല്ലാം വിടുക, റിനൗൺസിയേഷൻ ചെയ്യുക എന്നാണ് പറയുന്നത്, അല്ലെ? ഇതെല്ലാം ഇത് വളരെ പ്രഭുപാദ് 3rd കാൻഡോയിൽ ഒരു കപില മഹർഷി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതിനകത്ത് ഒരു പെർട്ടിക്കുലർ ശ്ലോകത്തിൽ ഒരു ബ്യൂട്ടിഫുൾ
പേർപ്പോർട്ട് പ്രഭാത് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പ്രഭാത് പറയുന്നത് ഈ കാണുന്നതെല്ലാം നമുക്ക് എന്തെല്ലാം റിച്ച്നെസ്സിനുണ്ട്, എന്തെല്ലാം ഉണ്ടോ, എവറിത്തിങ് നമ്മൾ ഒരാൾ ഭയങ്കര റിച്ച് ആയിരിക്കും, ഇറ്റ് വിൽ ബി വെരി റിച്ച് മെറ്റീരിയലി ഭയങ്കര റിച്ച് ആയിരിക്കും. ബട്ട് ഇഫ് ഹി ഈസ് നോട്ട് കൃഷ്ണ കോൺഷ്യസ്, ഹി ഈസ് കൺസിഡേർഡ് പുവർ. അയാൾ കൃഷ്ണ കോൺഷ്യസ് അല്ലെങ്കിൽ അയാൾ വളരെ ദരിദ്രനായിരിക്കും എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രഭാത് പറയുന്നതാണ്. എന്തെല്ലാം റിച്ച്നെസ് ഉണ്ടോ, രാധാനാസ്വാമി മഹാരാജ് പറയുന്നത് പറഞ്ഞാൽ a person is very poor that all he has is money. ഒരാൾ വളരെ ദരിദ്രനാണ്, അയാൾക്ക് ആകെ ഉള്ള എന്താണ്, പൈസ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതാണ് പറയുന്നത് കൃഷ്ണ ഭക്തി വിനാ കൃഷ്ണ പ്രേമ വിനാ വ്യർത്ഥ ദരിദ്ര ജീവൻ. ദാസ കോരെ വേതൻ മോരെ ദേഹോ പ്രേമധൻ. കൃഷ്ണ ഭക്തി വിനാ വ്യർത്ഥ ദരിദ്ര ജീവൻ. കൃഷ്ണഭക്തി ഇല്ലാത്ത ജീവൻ എന്ന് പറയുന്നത് ദരിദ്രമാണെന്ന് പറയുന്നത്. ആ കൃഷ്ണഭക്തി നമുക്ക് തരുന്ന പ്രോസസ്സാണ് കൃഷ്ണാവബോധം. ആ ബോധം നമുക്ക് പ്രഭുപാദ് തരുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ബുക്സ് പ്രഭുപാദ് എഴുതിയിട്ടുണ്ട്. ഈ ഭാഗവതത്തിന്റെ ഏറ്റവും ഹിസ് ഹോളിനെസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് എപ്പോഴും പറയും, പ്രഭുപാദിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, ശ്രീല പ്രഭുപാദിന്റെ ഏറ്റവും വലിയ സംഭാവന ഈ ലോകത്തിന് കൊടുത്തത് പ്രഭുപാദിന്റെ പർപ്പസ് ആൻഡ് പ്രഭുപാദിന്റെ ബുക്സ് ആണ്. ഈ ബുക്സ് വായിച്ച് എത്രയോ പേര് കൃഷ്ണ കോൺഷ്യസ്നസ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? എത്രയോ കോടിക്കണക്കിന് പേര്. മനസ്സിലായോ? ഓക്കെ, നമ്മളെല്ലാം ചിലപ്പം ബുക്സ് വായിച്ചിട്ടായിരിക്കത്തില്ല വരുന്നത്, പക്ഷേ ഇപ്പോഴും നമ്മുടെ ബോധത്തിനെ കൺട്രോൾ ചെയ്യുന്നതും ബോധത്തിനെ കുറച്ചെങ്കിലും നയിക്കുന്നത് പ്രഭുപാദിന്റെ പർപ്പസ് ആണ്. ഇറ്റ്സ് പർപ്പസ് ഫുൾ ഓഫ് റിനൗൺസിയേഷൻ. ഹിസ് ഹോളിനെസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് പറയുന്നതാണ്, പ്രഭുപാദിന്റെ പർപ്പസ് ഇസ് ഫുൾ ഓഫ് റിനൗൺസിയേഷൻ. പ്രഭുപാദിന്റെ പർപ്പസ് വായിച്ചു കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് ആ ഒരു ബോധം കിട്ടും. കാരണം നമ്മുടെ ബോധം ഉണരുന്നത് ബുദ്ധിയിലൂടെയാണ്, ഭാവം ഉണരുന്നത് ഭക്തിയിലൂടെയാണ്. ഭാവം പിന്നെ പ്രേമം. ഈ ഭാവവും പ്രേമവും ഉണരാനായിട്ട് നമുക്ക് അത്രയും 8 പ്രോസസ്സസ് ചെയ്യാനുണ്ട്. ആ പ്രോസസ്സസ് കംപ്ലീറ്റ് ബോധത്തിനെ ഉണർത്താനാണ്. ആ ബോധം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഭഗവത്ഗീത ശ്ലോകം എന്ന് പറയുന്നത് മറന്നുപോയി. അങ്ങനെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എനിവേ പൊക്കോൾ. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മെറ്റീരിയൽ വേൾഡുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് അല്ല, അല്ലേ? പത്മപത്രാം ഉപാംഭസ. എങ്ങനെയാണോ ഒരു വെള്ളത്തുള്ളി ഈ ഈ താമരയിലയിൽ ഇങ്ങനെ അൺടച്ച്ഡ് ആയിട്ട് കിടക്കുന്നത്, ഈ മെറ്റീരിയൽ വേൾഡ് നമുക്കൊരു താമരയില പോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു ബോധം ഉണരുന്നത് ആചാര്യന്മാരുടെ മെർസി കൊണ്ടാണ്. ആ മെർസി എങ്ങനെയാണ് കിട്ടുന്നത് പറഞ്ഞാൽ ഈ പുസ്തകങ്ങളിലാണ്, ശ്രീല പ്രഭുപാദിന്റെ പർപ്പസിലാണ്. മഹാരാജ് പറയുന്ന, മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് പറയുന്ന 3 കാര്യങ്ങൾ മാത്രം മതി. BBC, ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, ചാൻറ്റിങ്. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ ഭഗവത്ഗീത, ഭാഗവതം, ചാൻറ്റിങ് അതിൽ കുറച്ച് സീരിയസ് ആയി കഴിഞ്ഞാൽ ദെൻ കംസ് അനദർ സി വിച്ച് ഇസ് ചൈതന്യ ചരിതാമൃത. ഈ 3 പുസ്തകങ്ങൾ മാത്രം മതി, പിന്നെ ചാൻറ്റിങ് മാത്രം മതി, ഒരാൾക്ക് സുഖമായി ഭഗവത് ഭക്തിയിലേക്ക് കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആയി ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ഈ റിനൗൺസിയേഷന്റെ കാര്യം, എസെൻഷ്യലി ഞാൻ പറഞ്ഞത് റിനൗൺസിയേഷൻ എങ്ങനെയാണ് നമുക്ക് ആവശ്യം, ആ റിനൗൺസിയേഷന് വേണ്ടിയിട്ടുള്ള എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടത്, എന്തുകൊണ്ടാണ് റിനൗൺസിയേഷൻ വേണ്ടത്? കാരണം നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡിൽ ബദ്ധാത്മാക്കളാണ്. വി ആർ ബൗണ്ട് ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ്. ഈ മെറ്റീരിയൽ വേൾഡിൽ നമ്മൾ ബദ്ധാത്മാക്കളായി ഈ മെറ്റീരിയൽ വേൾഡിൽ നിന്ന് മുക്തമാകണമെങ്കിൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ബലൂൺസ് കണ്ടിട്ടില്ലേ? ഈ ഹൈഡ്രജൻ ആണോ ഹീലിയം ആണോ എന്തോ ഒരു എയർ നിറച്ച ഒരു ബലൂൺ. ബട്ട് നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ആ ബലൂൺ നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മൾ എപ്പോഴാണോ ഇത് വിടുന്നത് ആ സമയത്ത് ആ ബലൂൺ മുകളിലേക്ക് പോകും, അല്ലേ? സെയിം തിങ്, നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ഹോൾഡ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ സ്റ്റോറി എപ്പോഴും പ്രഭുപാദ് പറയും, ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. ഈ പണ്ടൊക്കെ ഈ കുരങ്ങനുണ്ടല്ലോ, മങ്കി, ഈ കുരങ്ങനെ പിടിക്കാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ചെറിയ നാരോ ഒരു നെക്കുള്ള ഒരു ബോട്ടിൽ, ഒരു ചെറിയ വട്ടമുള്ള ഒരു ബോട്ടിലിനകത്ത് കുറേ നട്ട്സും ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് വയ്ക്കും. അപ്പോൾ ഈ മങ്കി വന്നിട്ട് എന്ത് ചെയ്യും, കൈ അതിനകത്ത് ഇട്ടിട്ട് ഈ ഫ്രൂട്ട്സും ഈ നട്ട്സും എല്ലാം എടുക്കാൻ ശ്രമിക്കും. പക്ഷേ ഇതിന്റെ കഴുത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര നാരോ ആണ്.
ഈ കയ്യിൽ ഈ സാധനം ഇരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഈ കൈ പൊക്കിയെടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഇതിങ്ങനെ കയ്യിൽ നിറച്ച് ഈ ഫ്രൂട്ട്സും നട്ട്സും ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഇവന് എപ്പോഴും എടുക്കാൻ, കൈ പുറത്തെടുക്കാൻ വന്നത് ഇത് കംപ്ലീറ്റ് വിട്ട് കഴിഞ്ഞാൽ കൈ സുഖമായിട്ട് പൊക്കിയെടുക്കാം. കാരണം എളുപ്പമാണ്. ബട്ട് എന്തെങ്കിലും കയ്യിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇവന് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവൻ എന്ത് ചെയ്യും, അത് വിടില്ല. അവൻ അതിങ്ങനെ പിടിച്ചോണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ ഛൂ ലേലി ഹാനോ ഈ വിവാഹം അന്തക്ക എന്ന് പറയുന്ന പോലെ അന്തക്കൻ, അതായത് ഈ ഹണ്ടർ ഉടനെ വന്നിട്ട് ഈ മങ്കിയെ പിടിക്കും. മനസ്സിലായോ? സെയിം തിങ്. നമ്മൾ എന്തെല്ലാമാണോ ഹോൾഡ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് അത്രയും നാള് നമ്മൾ പുനരപി മരണം, പുനരപി ജനനം, പുനരപി ജനനി, ജഠരേ ശയനം, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എത്രമാത്രം ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാണോ ഈ ബോധം ഉണർന്നിട്ട്, എപ്പോഴൊക്കെയാണോ നമ്മൾ വിചാരിക്കുന്നത് നൗ ഇറ്റ് ഇസ് ഇനഫ്, ഒരുപാടായി, ഭാര്യയെ കല്യാണം കഴിച്ചു, ഭർത്താവിനെ കല്യാണം കഴിച്ചു, കുട്ടികളായി, അതായി, ഓഫീസ്, ഇതെല്ലാം എത്രയോ കോടി ജന്മങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ബ്രേക്ക് ഉണ്ടാവണം. ഇറ്റ്സ് ഇനഫ്. ആ ഒരു തോന്നലിൽ നിന്നാണ് നമുക്ക് കൃഷ്ണാവബോധത്തിലേക്കുള്ള ശരിക്കുള്ള പാത ശരിക്കും ക്ലിയർ ആവുന്നത്. ആ ബോധം ഉണ്ടാക്കാനുള്ള വഴിയാണ് ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്. ആ വഴിയെയാണ് ഈ റിനൗൺസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ റിനൗൺസിയേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഭഗവാന്റെ അടുത്തേക്ക് എത്തില്ല. കാരണം എന്താണ്, ഈ പറഞ്ഞ പോലെയാണ്, യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. കംപ്ലീറ്റ് എന്ത് ചെയ്താലും കർമ്മമാണ്. മനസ്സിലായ? ഈ പഞ്ചശൂനം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ വിചാരിക്കും ഞാൻ ഒരു കുറ്റവും ചെയ്യുന്നില്ലല്ലോ, ഞാൻ വളരെ സാത്വികനായിട്ട് ചെയ്യാണല്ലോ. ഒന്നും ചെയ്യുന്നില്ലെങ്കിലും 5 തരത്തിലുള്ള സിൻ നമ്മൾ ദേഹത്ത് ചൊരിയുകയാണെങ്കിലോ, വെള്ളം ഒഴിക്കുകയാണെങ്കിലോ, തീ കത്തിക്കുകയാണെങ്കിലോ, നടക്കുകയാണെങ്കിലോ, അപ്പോഴെല്ലാം നമ്മൾ ഈ സിൻസ് ഈ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ പുറത്ത് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ഭഗവാൻ മാത്രമേ നമുക്ക് ആശ്രയമായിട്ടുള്ളൂ എന്ന് ആ ഒരു കണ്ടീഷനിൽ എത്താനായിട്ടുള്ള പ്രോസസ്സാണ് ഈ റിനൗൺസിയേഷൻ എന്ന് പറയുന്നത്, ഈ വൈരാഗ്യം എന്ന് പറയുന്നത്. ആ വൈരാഗ്യം നമ്മൾ ചുമ്മാ വൈരാഗ്യം, നമ്മൾ രൂപഗോസ്വാമി ഭൽഗു വൈരാഗ്യം അല്ലെങ്കിൽ യുക്ത വൈരാഗ്യം ഒക്കെ, അതൊക്കെ വളരെ ഡീറ്റെയിൽ ടോപ്പിക്കാണ്. പ്രോബബ്ലി നമുക്കൊരു അടുത്ത പ്രാവശ്യം നോക്കാൻ പറ്റും. ബട്ട് ആ ഒരു വൈരാഗ്യം ഒരു ചെറുതായിട്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആചരിക്കണം. ആ വൈരാഗ്യം ആചരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പ്രഭുപാദ് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് സ്ലോലി ആൻഡ് സ്റ്റഡിലി നമുക്ക് വൈരാഗ്യം, അല്ലെങ്കിൽ നമുക്ക് പല ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് 4 റിലേറ്റീവ് പ്രിൻസിപ്പിൾസ് പ്രഭുപാദ് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്സ് ആണ്. നമ്മൾ പലരും പല രീതിയിലും നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട് ഡിവോഷണൽ സർവീസിന് വേണ്ടിയിട്ട്, അല്ലേ? മീറ്റ് ഈറ്റിംഗ്, ഇല്ലസിറ്റ് സെക്സ്, ഗാംബ്ലിംഗ്, ഇൻടോക്സിക്കേഷൻ, 4 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വിട്ടു കഴിഞ്ഞു, മോസ്റ്റ് ഓഫ് അസ്, അല്ലേ? ബട്ട് അതിനപ്പുറം അതെല്ലാം വളരെ ഗ്രോസ് ലെവൽ ഓഫ് റിനൗൺസിയേഷൻ ആണ്. ബട്ട് അതല്ലാതെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നത്, അല്ലേ? 16 ചാപ്റ്ററിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഒരാളുടെ ഓസ്റ്റെറിറ്റി ഇൻ സ്പീക്കിംഗ്, അല്ലേ? ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഓസ്റ്റിയർ ആയിരിക്കണം. നമ്മൾ ഒരാളടുത്ത് പെരുമാറുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്താഗതി നമ്മൾ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മുടെ മറ്റുള്ളവരോടുള്ള ബിഹേവിയർ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മൾ വൈഷ്ണവ എറ്റിക്കേറ്റ്സ് എങ്ങനെ ആയിരിക്കണം. ഇതെല്ലാം റിസ്ട്രിക്ഷൻസ് ആണ്. ഇതെല്ലാം എന്താ പറയുന്ന വൈരാഗ്യമാണ്. ഈ വൈരാഗ്യം എല്ലാം സ്ലോലി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനാണ് റിഫൈൻഡ് ആവുന്നത്. മനസ്സിലായി? റിഫൈൻഡ് ആവുന്ന പറഞ്ഞാൽ നമ്മളൊരു ശുദ്ധ ഭക്തനായിട്ട്, നമ്മളൊരു കനിഷ്ഠ ഭക്തനിൽ നിന്നും മധ്യമാധികാരിയിൽ നിന്നും ഉത്തമ ഭക്തനായിട്ട് എത്തുമ്പോൾ അപ്പോൾ മാത്രമേ നമുക്ക് കൃഷ്ണനെ കിട്ടുള്ളൂ. അല്ല ഒരിക്കലും പോകാൻ പറ്റില്ല. ഒരിക്കലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. വളരെ ഡിഫിക്കൽട്ടാണ്. നമുക്ക് എത്തിയേ പറ്റുള്ളൂ അവിടെ. മഹാരാജ് ഹിസ് ഹോളിനെസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് എപ്പോഴും പറയുന്നതാണ്, ഇവിടുന്ന് പോകേണ്ടതുണ്ട്. പക്ഷെ എങ്ങനെ പോകും, അല്ലേ? ഇത്രയും നമ്മുടെ ഉള്ളിൽ ഇത്രയും ഇമ്പ്യൂരിറ്റീസ്, അഭദ്രാസ് ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെ പോകാൻ പറ്റും? അതിന് ഈ വൈരാഗ്യം, ഈ പറഞ്ഞ വൈരാഗ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. I'll stop here. I'm sorry മാതാജി, കുറച്ച് സമയം എടുത്തു. ബട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അറിയാമെങ്കിൽ പറഞ്ഞുതരാം. എന്തെങ്കിലും ഡിവോട്ടീസും കൂടെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. हरे कृष्णा प्रभु. थैंक यू प्रभु. हरे कृष्णा. हरे कृष्णा प्रभु. धन्यवाद, प्रणाम. हरे कृष्णा प्रभु. All goes to हरे Srila कृष्णा. Prabhupada.
ഹരേ കൃഷ്ണ. പ്രഭു, ഒരു ചെറിയ ഡൗട്ട്. ഉം. ഈ വൈരാഗ്യം പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ട്. ഉം. ചിലപ്പോൾ ട്രൈ ചെയ്യും, ചിലപ്പോൾ നല്ല രീതിയിൽ ഫെയിൽ ആവും. പക്ഷെ നമ്മള് ഗൃഹസ്ഥന്മാരായി നിൽക്കുമ്പോൾ നമ്മുടെ എയിം എന്ന് പറയുമ്പോൾ കുറെ നാൾ കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് വൈഫുണ്ട്, കുട്ടികളുണ്ട്, നമുക്ക് എന്തായാലും നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, കാശ് ധനം സമ്പാദിക്കണം, ഫാമിലിയെ മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ റിട്ടയർമെന്റ് നമ്മൾ പ്ലാൻ ചെയ്യണം. ഇതെല്ലാം ഭഗവാന്റെ കയ്യിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മളത് പ്ലാൻ ചെയ്യും, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, ഒരുപാട് പ്രഷറുള്ള ജോലി എടുക്കും. നമുക്കറിയാൻ പറ്റും ഈ പ്രഷർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനും മൈൻഡിനും ഇതൊന്നും നല്ലതല്ല എന്നുള്ളത്. പക്ഷെ നമുക്ക് വേറെ ചോയ്സ് ഒന്നും ഇല്ല, കാരണം IT ഇൻഡസ്ട്രിയിലെല്ലാം ഇതാണ് അവസ്ഥ. ഡെലിവറി ഇതൊക്കെ വരാൻ നേരത്ത് പ്രഭുവിന് അറിയാവുന്നതാണല്ലോ, നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. നമ്മള് മാക്സിമം നമ്മള് പ്രഷർ എടുക്കും. അതുപോലെ തന്നെ ഈ നമ്മുടെ മൈൻഡ് എന്താണ്, ധനം സമ്പാദിക്കണം, ഭഗവാന്റെ സേവ ചെയ്യണം, ഒരു ടൈം ആവുമ്പോൾ റിട്ടയർ ആയി ഫുൾ ടൈം ആയിട്ട് ഭഗവാന്റെ സേവയിലോട്ട് പോകണമെന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഗൃഹസ്ഥാശ്രമം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ വൈരാഗ്യം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പ്രഭു? ഒന്ന് ഹെൽപ്പ്. സോ ഗൃഹസ്ഥാശ്രമം കണ്ടിന്യൂ, ബേസിക്കലി പ്രഭുവിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായെങ്കിൽ നമ്മളിതെല്ലാം നമ്മുടെ ലൈഫ് മെയിൻറ്റെയിൻ ഒരു 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 സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, അല്ലേ? ഒരു ഈസി ലൈഫ് അല്ല. അപ്പം പക്ഷേ നമ്മൾ എങ്ങനെ നമുക്ക് അതും നമ്മുടെ സ്പിരിച്വൽ ലൈഫായിട്ട് മാനേജ് ചെയ്ത് പോകാം, അതാണോ പ്രഭു ഉദ്ദേശിക്കുന്നത്? വേർ ഡു വി സ്ട്രൈക്ക് ദ ബാലൻസ്, അതാണോ പ്രഭുവിന്റെ ചോദ്യം? യെസ് പ്രഭു. അല്ലേ? ഓക്കെ പ്രഭു, ഇറ്റ്സ് വെരി ഈസി. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിവോട്ടീസ്, ഞാനിപ്പം മറ്റു കോൺഗ്രിഗേഷനിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഡിവോട്ടീസിനെ കാണാം, ഹു ആർ വർക്കിംഗ് വെരി ഹാർഡ്, നമ്മളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ മറ്റൊരു ഡിവോട്ടീസിനെ പോലെ തന്നെ 12 മണിക്കൂറൊക്കെ ജോലി ചെയ്തിട്ട് വരുന്നവരുണ്ടാവാം. ബട്ട് അതിന് ആ ചെയ്യുന്ന കാര്യം എന്തിനാണ് എന്നുള്ളൊരു പർപ്പസ് വളരെ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. പ്രഭു 12 മണിക്കൂർ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 12 മണിക്കൂർ വർക്ക് ചെയ്യുന്നതിന്റെ പർപ്പസ് അദ്ദേഹത്തിന് അറിയാം. ഒന്നുകിൽ ആ 12 മണിക്കൂർ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്രയും വർക്ക് ചെയ്താലേ അദ്ദേഹത്തിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളായിരിക്കും. 1. 2, അത്രയും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഗോൾ ഉണ്ടാകാം. കാരണം എനിക്ക് ഒരു അനദർ 5 വർഷത്തിനുള്ളിൽ എനിക്ക് റിട്ടയർ ആയി എനിക്ക് ഡിവോഷൻ സർവീസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? ഒരു പർപ്പസ് ഉണ്ടാവും. അതല്ലാതെ ഈ 12 മണിക്കൂർ വർക്ക് ചെയ്യുന്നത്, എനിക്ക് ഈ രൂപഗോസ്വാമി പറയുന്നല്ലോ 6 കാര്യങ്ങൾ എനിക്ക് നമ്മുടെ ഡിവോഷൻ സർവീസിന് ഇതുണ്ടാവും. അത്യാഹാര പ്രയാശ്ച. അത്യാഹാരവും പ്രയാസവും. അത്യാഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അധികം ആഗ്രഹിക്കുക. ആ അധികം ആഗ്രഹത്തിന് വേണ്ടി അത്യാഹാരം, നമ്മൾ അത്യാഗ്രഹം എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് സംഭവം. പ്രയാസം, അതിനുവേണ്ടി നമ്മൾ എന്തുമാത്രം പ്രയത്നിക്കുന്നു. അത്യാഗ്രഹത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യുവർ ഡിവോഷണൽ സർവീസ്. പക്ഷേ പ്രഭു, നമ്മൾ എന്താണോ പ്രയത്നിക്കുന്നതെന്നുള്ള പർപ്പസ് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ, അതായത് എനിക്ക് 12 മണിക്കൂർ വർക്ക് ചെയ്താലേ എനിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലിവിങ്. നൗ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്നോടും നമ്മളും അത് വിചാരിക്കണം. എന്താണ് എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്? ഇപ്പം എനിക്കൊരു ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്കൊരു ടൊയോട്ട കൊറോള ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ദാറ്റ്സ് ഗുഡ്. ബട്ട് എനിക്കൊരു BMW ആണൊരു ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ചും കൂടെ പൈസ ഉണ്ടാക്കണം. അത് എന്താ, ഈ അത്യാഹാര പ്രയാസ അതിന് വരും. മനസ്സിലായോ? ബട്ട് ഇൻ ഓർഡർ ടു എനിക്കൊരു നല്ലൊരു കാർ വേണം, എനിക്ക് പോയിന്റ് A to പോയിന്റ് B, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ എനിക്ക് ടെമ്പിളിൽ പോകാൻ, അല്ലെങ്കിൽ ഓഫീസിൽ പോകാൻ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഒരു ഡീസൻറ്റ് ലൈഫ്. മനസ്സിലായോ? ദരിദ്രമായിട്ടുള്ള ജീവനല്ല, ഒരു ഡീസൻറ്റ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് ഇത്രയും പൈസ വേണ്ടി വരും, അതിനുവേണ്ടി ഞാൻ ഇത്രയും വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ വിചാരിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഇറ്റ്സ് സ്റ്റിൽ എ റെഗുലേറ്റഡ് ലൈഫ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ പ്രഭു മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനിക്കുന്നതിന് പ്രഭു നമ്മുടെ ഇന്റലിജൻസ് ഷാർപ്പായിരിക്കണം. ഞാൻ ഇന്റലിജൻസ് പറഞ്ഞ മെറ്റീരിയൽ ഇന്റലിജൻസ് അല്ല. സോറി, ഞാൻ പറഞ്ഞത് പറഞ്ഞോളൂ പ്രഭു. പ്രഭുവിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഞാൻ ആരെയും കാണുന്നില്ലല്ലോ പ്രഭു. ഞാൻ വിചാരിച്ചു ഇതൊരു ഓഡിയോ ക്ലബ് ആയിരിക്കും എന്ന് വിചാരിച്ചു. ക്യാമറ ഇല്ലേ ബ്രോ?
ആദ്യമായിട്ട് പ്രഭുവിന്റെ ശബ്ദം കേട്ടാ, അപ്പൊ ഒന്ന് കണ്ടാ കൊള്ളാമെന്നൊരാഗ്രഹം. ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ പ്രഭു. എന്തോ? ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ ഈ ഒരു തോട്ട് പ്രോസസ്. ശരി. അപ്പോ അങ്ങനെ പ്രഭു അപ്പൊ പ്രഭു ഈ ഇന്റലിജൻസ് ആണ് നമ്മുടെ എപ്പോഴും നമ്മുടെ ഒരു 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 മെഷറിംഗ് ബാർ പ്രഭു. ആ ഇന്റലിജൻസ് എപ്പോഴും നമ്മൾ ഷാർപ്പാക്കി വെക്കണം. നമ്മൾ ഒരിക്കലും ബിവിൽഡഡ് ആവാൻ പാടില്ല, നമ്മൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല നമ്മുടെ ലൈഫിനെ കുറിച്ച്. ആ ഇന്റലിജൻസ് എപ്പോഴും ഷാർപ്പാക്കുന്നത് നമ്മുടെ ശാസ്ത്രത്തിനെ തസ്മാ ശാസ്ത്രം പ്രമാണത്തെ കാര്യ വ്യവസ്ഥിതവും ഭഗവത്ഗീത പറയുന്നതാണ്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത് എന്ന് ഞാൻ ഡെസിഫർ ചെയ്യുന്നത് ശാസ്ത്രം പ്രമാണം ചെയ്തിട്ടായിരിക്കണം. മനസ്സിലായോ? ആ ശാസ്ത്രത്തിന്റെ ആ ശാസ്ത്രം ശാസ്ത്ര ചക്ഷു എന്ന് പറയുന്ന ഐസ് ഓഫ് ദിസ് സ്ക്രിപ്ചറൽ ഐസ്. ആ ഒരു ശാസ്ത്രത്തിനെ നമ്മൾ ബേസ് ചെയ്തിട്ട് എന്താണ് ഭാഗവതം പറയുന്നത്, എന്താണ് ഭഗവത്ഗീത പറയുന്നത്, എന്താണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്, അതിന് വേണ്ടിയിട്ട് എൻ്റെ ലൈഫിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ 12 മണിക്കൂർ വർക്ക് ചെയ്യണമെങ്കിൽ ഐ വിൽ ഡു ദാറ്റ്. ബട്ട് ഞാൻ ഈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് എൻ്റെ ലക്ഷ്യം? എൻ്റെ ലക്ഷ്യം അനദർ പ്രോപ്പർട്ടി. ഈ തിരുവനന്തപുരത്ത് അവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടി മേടിക്കണം, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെയ്യണം. അത് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ഔട്ട് ഓഫ് ദിസ് തിങ്. ദെൻ യു ആർ ഇൻ ടു അത്യാഹാര ആൻഡ് പ്രയാസ പ്രഭു. ബട്ട് നിങ്ങൾ ഈ ചെയ്യുന്ന ജോലി, നമ്മുടെ ജോലി എൻ്റെ എൻ്റെ സ്പിരിച്വൽ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡീസൻറ്റ് ലൈഫിന് വേണ്ടിയിട്ടാണോ ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം. അതല്ല ഞാൻ പറയുന്നത് പ്രഭു. ഇപ്പോഴും എനിക്കറിയാം ചില ഡിവോട്ടീസ് 2 ഷിഫ്റ്റ് പോകുന്നവരുണ്ട്. ഇവിടെ ഞാൻ ജീവിക്കുന്ന ഇവിടെ ഉണ്ട് പ്രഭു. 2 ഷിഫ്റ്റ്. രാവിലെ 6 മണിക്ക് പോവും, എന്നിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ഇറങ്ങും, പിന്നീട് 3 മണിക്ക് പോവും, വൈകുന്നേരം 8 മണിക്ക് ഇറങ്ങും. പിന്നീട് അദ്ദേഹം വീട്ടിൽ വന്നിട്ട് പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഭാഗവതം വായിക്കുന്നതും. രാവിലെ 4 മണിക്ക് എണീച്ച് ജപിച്ചിട്ട് പോവും. 2 ഷിഫ്റ്റ് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ അത്രയും കുറച്ച് പൈസയുള്ളൂ അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹം അത്രയും ചിലപ്പോൾ 2 കുട്ടികളുണ്ടാവും. ഇവിടെ എഡ്യൂക്കേഷൻ ഭയങ്കര എക്സ്പെൻസീവാണ്. അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ ചെയ്യാൻ നോക്കാൻ ഭയങ്കര എക്സ്പെൻസീവാണ്. നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കണമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള അവർ ഇത്രയും നാൾ വർക്ക് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ എല്ലാം നമ്മുടെ അതാ ഞാൻ പറഞ്ഞ പ്രഭു, നമ്മുടെ ബോധമാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്റലിജൻസ് അത് നമ്മൾ പ്രഭുപാദിന് കടപ്പെട്ടിരിക്കുന്നു. ഈ ഫിലോസഫി എന്ന് പറയുന്നത് അൺബ്രേക്കബിൾ ഫിലോസഫിയാണ്. നമ്മുടെ കൃഷ്ണ കോൺഷ്യസ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ അൺബ്രേക്കബിൾ ആണ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും അതിനകത്ത് ആൻസർ ചെയ്യപ്പെടാതില്ല. അതുകൊണ്ടാണ് എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ, ജീവാത്മാക്കൾ ഇതിലേക്ക് അട്രാക്റ്റഡ് ആയിരിക്കുന്നത്. മനസ്സിലായോ? Not simply by chanting or prasadam, is simply based on the philosophy, the jnanam provided by Prabhupada. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രഭു. അപ്പം എന്താണോ നമ്മുടെ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് അറിഞ്ഞുകൂടാത്തത് അതൊരു മിസ്റ്റേക്കാണ് പ്രഭു. അതെനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുന്നതാണ് നമ്മുടെ കുഴപ്പം. പ്രഭു അതെനിക്ക് അറിയില്ല, അതെങ്ങനെ ഞാനത് മനസ്സിലാക്കും? അത് നമ്മുടെ ഫോൾട്ടാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ അധ്യയനം ചെയ്യുന്നില്ല. മനസ്സിലായല്ലേ? അത് മഹാരാജ് എപ്പോഴും പറയുന്നതാണ്, തത് ശൃണ്വൻ സുപഠൻ വിചാരണ പരോ. നമ്മൾ കേൾക്കുക, നന്നായിട്ട് വായിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? 10 മിനിറ്റ് നമ്മളത് വിചാരണ പരോ പഠിക്കുക. വി ഷുഡ് സ്പെൻഡ് ടൈം, വി ഷുഡ് ഡെസിഫർ, വി ഷുഡ് മെഡിറ്റേറ്റ് ഓൺ ദാറ്റ് വൺ. അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേന് എന്താണ്? ചതുർശ്ലോകി ശ്ലോകത്തിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്താ പറയുന്നത്? ജ്ഞാനദീപേന ഭാസ്വത അല്ലെ? ജ്ഞാനദീപേന ഭാസ്വത എന്ന് പറയുന്നത് ആ ജ്ഞാനത്തിന്റെ ദീപം കൊണ്ട് ഉള്ളിലുള്ള കംപ്ലീറ്റ് ഡൗട്ട്സ് മാറിക്കിട്ടും. പിന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പ്രഭു. സോറി, ഹലോ, ഓക്കെ. പിന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പ്രഭു. വളരെ ക്ലിയർ ആയിട്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഈ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. എന്തോ ഒരു നോയ്സ് വരുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ നോയ്സ്? ചെറിയൊരു നോയ്സ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഏകദേശം ഹെൽപ്ഫുൾ ആയിരുന്നു പ്രഭു.
It was okay? Yes, yes, Prabhu. Absolutely. Hare Krishna. ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം തന്നെ എനിക്ക് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രഭു. അതാണ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ഉത്തരം പറയാറുണ്ട്. അതുകൊണ്ടാണ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. ഹരേ കൃഷ്ണ. Thank you. Thank you. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭുജി. നമുക്ക് ദർശനം നൽകിയാലും പ്രഭുജി, ക്ലാസ് എടുക്കുന്ന ആള് മാത്രമേ വീഡിയോ ഓൺ ചെയ്യാറുള്ളൂ. അതാണ് നമ്മുടെ സിസ്റ്റം. അതുകൊണ്ടാണ് മറ്റുള്ളവരൊന്നും വീഡിയോ ഓൺ ചെയ്യാത്തത്. പ്രഭു വളരെ നന്ദി. രാമേന്ദ്ര പ്രഭു, രാധാജീവൻ പ്രഭു, നമ്മുടെ പ്രിയപ്പെട്ട പരിപൂർണ കൃഷ്ണദാസ് പ്രഭുവിനെ ദർശനം ചെയ്താൽ. പ്രഭു ബേസിക്കലി നമ്മുടെ തൃപ്പാദപുരം കോൺഗ്രിഗേഷനിലെ നമ്മുടെ മുതിർന്ന ഡ്യൂട്ടിയാണ്. ഹിസ് ഹോൾനെസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജിന്റെ ഉത്തമ ശിഷ്യന്മാരിൽ ഒരാളാണ്. ഫോർച്ചുനേറ്റ്ലി പ്രഭു ഇപ്പൊ നമ്മളോട് ജോയിൻ ചെയ്തിരിക്കുന്നത് കാനഡയിൽ നിന്നുമാണ്. കാനഡയില് വർഷങ്ങളോളം പ്രഭു അവിടെ ധർമ്മപത്നിയുമായിട്ട് വർഷങ്ങളോളം അവിടെ താമസിച്ചു വരുന്നു. ഇപ്പൊ അദ്ദേഹം അവിടുത്തെ സിറ്റിസൺ ആണ്, അവിടെ സെറ്റിൽഡ് ആണ്. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ഡ്യൂട്ടിമാർക്കും വളരെ സ്നേഹം നിറഞ്ഞ പരിപൂർണ കൃഷ്ണദാസ് പ്രഭുവിന്റെ ക്ലാസ്സിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുള്ളതിന് കാരണം അദ്ദേഹമായിട്ടുള്ള ആത്മബന്ധം കൊണ്ടാണ്. പ്രഭുവിന്റെ മനോഹരമായ ഈ ക്ലാസ് നമുക്ക് മാസത്തിൽ 1-2 പ്രഭു തരണമെന്ന് പ്രഭുവിനോട് ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തൂടെ പ്രഭു? പ്രഭു, എനിക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു റീഡിംഗ് ഉണ്ട്. ഒരു ചെറിയ ഒരു ഫാമിലി ആയിട്ട് ഒരു ഭഗവത്ഗീത റീഡ് ചെയ്യും. അതുകൊണ്ട് ഈ സമയം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരിക്കൽ വരാം പ്രഭു. വേണമെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ ഒരിക്കൽ വരാം. അല്ല പ്രഭു, നമുക്ക് ഈ ദിവസം തന്നെ വേണമെന്നില്ല, എന്നായാലും മതി. അതായത് ഇപ്പൊ അവിടെ വെള്ളിയാഴ്ച എന്ന് പറയുന്നു, ഇവിടെ നമുക്ക് ഇന്ന് ശനിയാഴ്ചയാണ്. വെള്ളി ശനി അങ്ങനെ വേണമെന്നില്ല. പ്രഭുവിന്റെ സമയം എന്നോ അതുപോലെ നമുക്ക് ഇവിടെ ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് വർക്കൗട്ട് ആയില്ല. ശരി. പ്രഭുവിന്റെ ടൈം എന്താണോ, ഞാൻ ഈ സമയത്ത് ഇതേപോലെ പ്രഭുവിനെ അവിടുത്തെ ടൈം സൂട്ടായി വരുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും പ്രഭു ഇന്ന് ക്ലാസ് എടുത്ത സ്ഥിതിക്ക് മാസത്തിൽ തീർച്ചയായിട്ടും 1-2 ദിവസം ഇതുപോലെ പ്രഭുവിന് വരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ടേ ഉള്ള ഒരു ആഗ്രഹമാണ് പരിപൂർണ പ്രഭുവും കൂടെ നമ്മുടെ കൂടെ അസോസിയേറ്റ് എന്നുള്ളത്. ഫോർച്ചുനേറ്റ്ലി ഇന്ന് പരമാനന്ദ പ്രഭു അത് സാധ്യമാക്കി തന്നിരിക്കുന്നു. നന്ദി പ്രഭു. നല്ല ക്ലാസ്, വണ്ടർഫുൾ ക്ലാസ്. ശരിക്കും ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. പ്രിപ്പറേഷൻ ഒന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യവുമില്ല. കാരണം അത്രയും നല്ല റിയലൈസേഷൻ അങ്ങ് പറയുകയാണ്. അത്ര മനോഹരമായി 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല പ്രഭു. ശരിക്കും വേണം പ്രഭുജി പ്രഭുവിന്റെ ക്ലാസ്. സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണാനന്ദ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ നമ്പർ ഒന്ന് തരണേ പ്രഭു. ഇട്ടേക്കാം പ്രഭു. എവിടെ ഇടണം പ്രഭു? എന്റെ ചാറ്റിൽ ടൈപ്പ് ചെയ്തോളൂ പ്രഭു. ചാറ്റിൽ ടൈപ്പ് ചെയ്തോളൂ. പേഴ്സണലി പ്രഭുവിന് അയക്കാം അല്ലേ? ഓക്കെ, മനസ്സിലായി. റിപ്ലൈ പ്രൈവറ്റ്ലി കൊടുത്താൽ മതി പ്രഭു. ഓക്കെ. അതുപോലെ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പുതിയ ഡ്യൂട്ടീസ് ഒരുപാട് പേരുണ്ട്. അവരുടെ കോണ്ടാക്ട്സ് ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പൊ ദയവായി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഫോൺ നമ്പർ അയക്കുകയാണെങ്കിൽ നമ്മുടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പുകളിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കാരണം പല സ്ഥലത്തു നിന്നും ആരെങ്കിലൊക്കെ പുതിയതായിട്ടുള്ള ആൾക്കാർ കയറുന്നുണ്ട്, പക്ഷെ ആരാണെന്നൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അപ്പൊ അവരുമായിട്ട് ഒരു ബന്ധം വയ്ക്കാൻ വേണ്ടി അവരുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് നമുക്ക് തരികയാണെങ്കിൽ നമ്മൾ തനത് ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. പരിപൂർണ പ്രഭു, വളരെ സന്തോഷമുണ്ട്. ഇനിയും പ്രഭുവിന്റെ ക്ലാസ് വേണം. അതുമായിട്ട് ബന്ധപ്പെട്ട് പരമാനന്ദ പ്രഭുവിലൂടെ ഞാൻ പ്രഭുവിന്റെ ടൈം ചോദിച്ച് മേടിക്കാം. ദയവായി വന്നാൽ പ്രഭു പ്ലീസ്. സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. Okay, Prabhu. Hare Krishna. Thank you so much. Thank you so much. It is a beautiful explanation, and it is really deeply gone into that. Thanks a lot. Hare Krishna. Hare Krishna.